ആൽക്കഹോളിക് ആക്ടിവേറ്റഡ് ജീൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മദ്യാസക്തിയിൽ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ജീനുകളാണ്. ആ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ 20% ഇന്റലിജൻസ് കുറവായിരിക്കും. 20% ഇന്റലിജൻസ് കുറവായിരിക്കും. ഇനി അതുപോലെ തന്നെയാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പോണോഗ്രഫിയുടെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അപ്പൊ ഈ പോൺ വീഡിയോസും ചിത്രങ്ങളും കണ്ട് ആ സമയത്ത് അങ്ങനെയുള്ള അവസരത്തിൽ ജനിക്കുന്ന പോൺ ആക്ടിവേറ്റഡ് ജീനിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ 2 വയസ്സ് പോലും ആകേണ്ട നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം വൃത്തികേട് കാണിക്കുന്ന കൊച്ചിന്റെ സ്വഭാവമായിട്ട് മാറും. സ്കൂളിൽ പഠിപ്പിക്കുന്ന നഴ്സറി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി, ഈ 3 വയസ്സ് കൊച്ചു കാണിക്കുന്ന വൃത്തികേട് എവിടുന്ന് വന്നു. അതുപോലെ തന്നെ അപ്പനും അമ്മയും തമ്മിൽ സ്നേഹമില്ലാതിരിക്കുന്ന അവസരത്തിൽ ഒരു ഡൊമസ്റ്റിക് റേപ്പിൽ ജനിക്കുന്ന കുഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പനെ കണ്ണിന് കണ്ടുകൂടാത്ത അനുഭവങ്ങൾ. അപ്പൊ ആൽക്കഹോളിക് ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ കുടുംബത്തെ, അതാണ് പറയുന്നതിന്റെ തിയറി ഇതാണ്. ABC, അമ്മയുടെ ABC ആണ് കൊച്ചിന്റെ DEF നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അമ്മയുടെ ABC എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന മനോഭാവം എന്ന സമയത്ത് അമ്മയുടെ മനോഭാവം സ്നേഹത്തിലും പ്രാർത്ഥനയിലും സന്തോഷത്തിലുമാണ് ആ കുഞ്ഞിനെ അമ്മ സ്വീകരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന്റെ സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാവും. 2 ബിഹേവിയർ, അമ്മയുടെ സ്വഭാവ പ്രത്യേകതകൾ, ബിഹേവിയേഴ്സ്. പ്രത്യേകിച്ച് ഈ 250 ദിവസം അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ സ്നേഹസന്തോഷം, അമ്മയുടെ പെരുമാറ്റ ശരികൾ ഈ കൊച്ചു വലിച്ചെടുക്കുകയാണ്. അവിഹിതമായ വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാണ്. അവിഹിത വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. വിജ്ഞാന പുസ്തകം 4-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനമാണ്. ഈ അവിഹിത വീഴ്ച എന്നതുകൊണ്ട് വചനത്തിൽ ഉദ്ദേശിക്കുന്നതാണ് അൺലോഫുൾ റിലേഷൻഷിപ്പ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും സ്നേഹത്തിലും പ്രാർത്ഥിച്ചൊരുങ്ങാതെ പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും അന്തരീക്ഷത്തിലല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. ഇനി അവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നതാണ് അവിടെ വചനം പറയുക. അതിനെ ഒരു ചെടിയോട് ഉപമിക്കുകയാണ്. 1, ആഴത്തിൽ വേരൂന്നുകയില്ല, ഉറച്ചു നിൽക്കുകയില്ല. മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും ജനിച്ചൊരു കുഞ്ഞും അല്ലാതെ ജനിച്ചൊരു കുഞ്ഞും തമ്മിൽ 237% വ്യത്യാസപ്പെടുന്ന ആധുനിക ജനിതക ശാസ്ത്രം പറയുക. പ്രാർത്ഥിച്ച് ഒരുങ്ങി ജനിച്ചൊരു കുഞ്ഞും അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിന്, മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ നിറവിൽ ജനിച്ച കുഞ്ഞും അല്ലാതെ ജനിക്കുന്ന കുഞ്ഞും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വചനം പറയുകയാണ്, ആ കൊച്ചുങ്ങൾ, ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആഴത്തിൽ വേരൂന്നുകയില്ല, ഉറച്ചു നിൽക്കുക, വേരിറങ്ങാൻ പറ്റില്ല. രണ്ടാമത് പറയണേ, അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറയ്ക്കായികയാൽ അവ അതായത് കാറ്റിലുലയും, കൊടുങ്കാറ്റിൽ കടപുഴങ്ങി വീഴും. പ്രതിരോധ ശക്തി കുറവായിരിക്കും. രോഗത്തിന്റെ മാത്രമല്ല, ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മതി, ടീച്ചർ ഒന്ന് കളിയാക്കിയാൽ മതി, അല്ലെങ്കിൽ ടെലിവിഷൻ കാണണ്ടായിരുന്നു വഴക്ക് പറഞ്ഞാൽ മതി, അവിടെ തന്നെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. അത് ഗർഭിണിയായ പെൺകുട്ടിക്ക് ഒരു കാരണവശാലും പേടി ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം അത് പേടിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ളിടത്ത് ഭയം ഇല്ല. 1 യോഹന്നാൻ 4 നമ്മൾ വായിക്കുന്നുണ്ട്, സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. അപ്പൊ അതുകൊണ്ട് ഭയം ഒഴിവാക്കാൻ വേണ്ടി എന്താ അവർ ചെയ്യുന്നത്? 23-ാം സങ്കീർത്തനം എടുത്ത് വായിക്കും. യേശയ്യാപ്രവാചന പുസ്തകം 41-ാം അധ്യായം 10-14 ഭാഗങ്ങൾ എടുത്ത് വായിക്കും. അത് ഈ നാഡീശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് യു ബിക്കം വാട്ട് യു ഹിയർ, യു ബിക്കം വാട്ട് യു സീ. നീ എന്ത് കാണുന്ന അതായി തീരും, നീ എന്ത് കേൾക്കുന്ന അതായി തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുകയാണ് അരിശം മാറാൻ വേണ്ടിയിട്ട്, പേടി മാറാൻ വേണ്ടിയിട്ട്. ഇനി 3-ാമത്തെ ദുഃഖമാണ്. ഇതുപോലെ തന്നെ വിഷമാണ്, നമ്മളിലൊക്കെ കയറാവുന്ന ഒരു വിഷമാണ് ദുഃഖിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ നോർമൽ ഹോർമോൺ സിസ്റ്റം മുഴുവനും ബ്ലോക്ക് ആവും, നമ്മുടെ ദഹനശക്തി കുറയ്ക്കും, അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കും. അതുകൊണ്ട് ദുഃഖം ഉണ്ടാവാൻ പാടില്ല. ഈ ദുഃഖം അതിനു വേണ്ടിയിട്ട് ദൈവം ചെയ്ത നന്മകളെ പറ്റി ധ്യാനിക്കുന്ന സങ്കീർത്തനങ്ങൾ ഈ പെൺകുട്ടി വായിച്ചുകൊണ്ട്. ഇനി 4-ാമതായിട്ട് ആൻസൈറ്റി ആൻഡ് വറി എന്ന് പറയും. ഈ സ്ട്രെസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കർത്താവിന്റെ കാരുണ്യത്തെ പറ്റി, ദൈവം കൂടെ ഉണ്ടെന്നുള്ള ശക്തമായ വചനങ്ങളിലേക്കാണ്. പിന്നെ അതായത് ഈ തരത്തില് പിന്നെ അസൂയ, ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാളോട് അസൂയാഭാവം ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകാൻ ഇല്ലാത്ത കൊണ്ട് ഈ 5 വിഷയങ്ങൾ മാറാൻ വേണ്ടി അവരുടെ ഏക ആയുധം മരുന്നോ ലേപനോഷധവുമല്ല, ദൈവത്തിന്റെ വചനമാണ്. പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വചനം നമുക്കൊരു വെളിച്ചം നൽകുകയാണ്. ഈശോ മിശിഹായ്ക്ക് തന്നെ 4-6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, അതായത് ജനിതക ശാസ്ത്രത്തിന്റെ ആദ്യ പ്രിൻസിപ്പിൾ എന്ന് വേണം വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ദൈവത്തിന്റെ ആത്മാവൊക്കെ വെളിപ്പെടുത്തി തരികയാണ്. പ്രവാചകന്റെ പുസ്തകം 1:14, അമ്മയുടെ മാതൃഗർഭത്തിലാണ് വിശ്വാസം ലഭിക്കുന്നത്. അമ്മയുടെ മാതൃഗർഭത്തിലാണ് വിശ്വാസം ലഭിക്കുന്നത്. ആധുനിക മനഃശാസ്ത്രം പറയും, ഫോർമേഷൻ ഈസ് എ പ്രോസസ് ഫ്രം വൂം ടു ദ ടൂം.
വിശ്വാസവും വിദ്യാഭ്യാസവും ആരംഭിക്കുന്നത് അമ്മയുടെ മാതൃഗർഭത്തിലാണ്. നമ്മുടെ മിടുക്കരായ കുഞ്ഞുങ്ങൾ കുരിശ് വരയ്ക്കുന്ന സമയത്ത് മാത്രം തലയൊടിഞ്ഞിരിക്കും. 5 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ആ കൊച്ചിന് താല്പര്യമുണ്ട്. പലരുടെയും ഒരു സങ്കടമാണ്, പള്ളിയിൽ മാത്രം പോയി ഇരിക്കാൻ സാധിക്കുന്നില്ല. മറ്റുള്ള എല്ലാ മേഖലയും ആത്മീയമായ ഒരു കാര്യം കേട്ടുകഴിയുമ്പോൾ ഈ കൊച്ചിന് അസ്വസ്ഥതയാണ്. എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന്റെ വേര് കിടക്കുന്നത്? ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. വിജ്ഞാന പുസ്തകത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ഇതിന്റെ കാരണം പറയുന്നു. എന്തുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങൾ നമ്മൾ സാധിക്കുമല്ലോ, കാരണവന്മാരുടെ വലിയൊരു സങ്കടമാണ്. കാലമെത്തും മുമ്പേ യാത്രയായിപ്പോയ ചില കുഞ്ഞുങ്ങൾ. അതിനെപ്പറ്റി ഒരു ചെടി നടന്നതിനോടാണ് വിജ്ഞാന പുസ്തകം ഉപമിക്കുക. വിജ്ഞാന പുസ്തകം 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം. എല്ലാവരും ഇത് വായിക്കുകയും പഠിക്കുകയും. പലപ്പോഴും ഇന്ന് നമുക്ക് അനുദപിച്ചാൽ തിരിച്ചു വരാനുള്ള മാർഗങ്ങളുണ്ട്. എന്താണ് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചത്? എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത്? യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാമത്തെ വചനം. ഞാനും എൻ്റെ കുടുംബവും അവിടുത്തെ സേവിക്കും. ഞാനും എൻ്റെ കുടുംബവും അവിടുത്തെ സേവിക്കും. യോശുവയുടെ ദൃഢപ്രതിജ്ഞയാണ്. അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം 16-ാം അധ്യായം 31-ാമത്തെ വചനം നമ്മൾ ഇന്നലെ വ്യാഖ്യാനിക്കുകയുണ്ടായി. കർത്താവായ ഈശോയിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്, യു ആൻഡ് യുവർ ഹൗസ് ഹോൾഡ് വിൽ ബി സേവ്ഡ്. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. എന്താ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവകൃപയിലായിരിക്കുക, ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കുക, സ്നേഹത്തിന്റെ പൂർണ്ണതയിലായിരിക്കുക, ജീവന്റെ പൂർണ്ണതയിലായിരിക്കുക. അതാണ് രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ദൈവവുമായുള്ള ബന്ധത്തിൽ ദ ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് മേക്ക് അവർ ലൈഫ് മീനിങ് ഫുൾ. ബന്ധങ്ങളുടെ ഊഷ്മളതയാണ്, സ്നേഹബന്ധങ്ങളുടെ ദൃഢതയാണ് നമ്മുടെ ജീവിതത്തിന് സമാധാനവും സന്തോഷവും നൽകുക. ഇന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ കുടുംബം സ്മാർട്ട് ആകാനായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളെപ്പറ്റി നമ്മളിന്ന് പറയുകയാണ്. അവസാനമായി നമ്മൾ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമ്മളെയൊക്കെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ ചില മുറിവുകളേറ്റ മനുഷ്യരാണ്. മുറിപ്പെടുത്തിയവന്റെ മുഖത്തേക്കല്ല നമ്മൾ നോക്കേണ്ടത്, സുഖപ്പെടുത്തിയവന്റെ മുഖത്തേക്ക് നോക്കാൻ പഠിക്കണം. മുറിപ്പെടുത്തിയവരാരും ആയിക്കോട്ടെ. കാരണം എന്തുകൊണ്ടാണ് അവർ മുറിപ്പെടുത്തിയത്? ദൈവകൃപ ഇല്ലാത്തത് കൊണ്ടാണ്. കൃപ നഷ്ടപ്പെട്ട മനുഷ്യരാണ്. പാപം ചെയ്യുന്നത് കൊണ്ടല്ല മനുഷ്യന് കൃപ നഷ്ടമാകുന്നത്, കൃപ ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യൻ പാപം ചെയ്യുന്നത്. ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ, രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ എല്ലാ രോഗങ്ങളും പിടിപെടുന്നത് പോലെ കൃപയില്ലാത്ത മനുഷ്യരാണ്. അപ്പൊ പാപം എന്താണ്? ശരിക്കും ഗ്രേസ്ലെസ് സിറ്റുവേഷനാണ്. കൃപയില്ലാത്ത അവസ്ഥയും അതിനെ തുടർന്നുണ്ടാകുന്ന പ്രവൃത്തികളുമാണ് ശരിക്കും പാപം എന്ന് പറയുന്നത്. നമ്മളതിന് ഉദാഹരണമായിട്ട് തന്നെ പറയുകയും ചെയ്തു കഴിഞ്ഞു. ഓസ്റ്റിയോപൊറോസിസ് ബാധിച്ച വ്യക്തികൾക്ക്, അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിച്ചു കഴിയുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞാൽ മതി, ആ വ്യക്തിക്ക് അസ്ഥികൾക്ക് ഒടിവും ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ പോകേണ്ടി വരുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപയില്ലാത്ത നിമിഷത്തിൽ മനുഷ്യ ചെയ്തുകൊണ്ട് അതാണ് നമ്മൾ പറയുന്നത്. ക്ഷമിക്കുക എന്ന മറക്കുകയല്ല, മനസ്സിലാക്കുകയാണെന്ന് പറഞ്ഞു. ഫോർഗീവിങ് ഈസ് ഈക്വൽ ടു അണ്ടർസ്റ്റാൻഡിങ്. ഇന്ന് നമ്മൾ നമ്മുടെ കുടുംബം സ്മാർട്ടാകാനായിട്ട് 2-ാമത്തെ ഒരു മേഖലയിലേക്ക് കിടക്കുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മാതാപിതാക്കൾ സ്മാർട്ടായാൽ മക്കൾ സ്മാർട്ടാകും. മാതാപിതാക്കളും മക്കളും സ്മാർട്ടായാൽ കുടുംബം ദൈവത്തിന്റെ ആലയമായി മാറും. മനുഷ്യ ജീവിതത്തെ ഊതിക്കാച്ചിയെടുക്കുന്ന ഉലയാണ് കുടുംബം. മനുഷ്യ ജീവിതത്തെ ഊതിക്കാച്ചിയെടുക്കുന്ന ഉലയാണ് കുടുംബം. അതുകൊണ്ട് കുടുംബ സ്നേഹത്തിന്റെ ആനന്ദമായി മാറണമെന്നുണ്ടെങ്കിൽ, മനുഷ്യ ജീവിതത്തിന്റെ മധുബഹയാണ് കുടുംബമെങ്കിൽ, ഈ കുടുംബത്തെ സ്മാർട്ടാക്കാൻ മാതാപിതാക്കൾക്കുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. മാതാപിതാക്കളും മക്കളും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ അതാണ് ഡൊമസ്റ്റിക് ചർച്ച്. സഭയെന്ന് പറയുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. കത്തോലിക്കാ സഭ ഒരു കുടുംബമാണ്. ഈ സഭയെന്ന് പറയുന്നത് കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് സഭ പറയുന്നത് ഡൊമസ്റ്റിക് ചർച്ച്. ഗാർഹിക സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന കുടുംബമാണ്. അത് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിൽ, ഒരുമിച്ച് ഭക്ഷിക്കുന്ന കുടുംബത്തിന് നേരെ പൈശാചിക ശക്തികൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ച വലിയൊരു സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിന് കുറച്ചുകൂടെ മൂല്യം കൊടുക്കുമ്പോൾ, കുടുംബജീവിതത്തെ കുറച്ചുകൂടെ ഗൗരവമായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുടുംബ സുവിശേഷം ഇവിടെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുടുംബത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുടുംബത്തെ നമുക്ക് എങ്ങനെ സ്മാർട്ട് പേരൻസായി മാറാൻ സാധിക്കും. ഈ സ്മാർട്ട് പേരൻസിൽ നിന്ന് എങ്ങനെ സ്മാർട്ട് കിഡ്സ്, അതായത് മാതാപിതാക്കൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വിശുദ്ധീകരിക്കപ്പെട്ട മാതാപിതാക്കളിൽ നിന്നും എങ്ങനെ നല്ല മക്കൾക്ക് നമ്മുടെ കുടുംബത്തിൽ രൂപം കൊടുക്കാനായിട്ട് സാധിക്കും. ഹൗ ക്യാൻ വി മേക്ക് യുവർ ഫാമിലി എ സ്മാർട്ട് ഫാമിലി ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. മനോഹരമായ ഭാസുരമായ ഒരു ഭാവിക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തെ നമുക്ക് എങ്ങനെ സ്മാർട്ടാക്കി മാറ്റാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ഉടഞ്ഞ ശങ്കിൽ ഊതാനാവില്ല. ഉടഞ്ഞ ശങ്കിൽ ഊതാനാവില്ല. ശംഖ് ഉടഞ്ഞു പോയാൽ
അതിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം വ്യക്തമല്ലാത്തത് കൊണ്ട് അതുകൊണ്ട് കാര്യമായ ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല. ഇത് ഒരു കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പരമമായ സത്യമാണ്. ലോകം മുഴുവനും നമ്മൾ നേടിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നു വന്നാലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ദൈവം ഒന്നിപ്പിക്കുന്ന കൂട്ടായ്മയിൽ, ആ സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ, ജീവന്റെ കൂട്ടായ്മയിൽ, പരസ്പര സൗഹൃദത്തിന്റെയും പരസ്പരം പ്രകാശിപ്പിക്കലിന്റെയും പരസ്പരം അഭയം നൽകുന്നതുമായ ഈ കൂട്ടായ്മയിൽ നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അനുഭവ ഗുരുത്വമില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. എന്തെല്ലാം വസ്തുക്കളുണ്ട് ഈ കുടുംബത്തിൽ, എന്തിന്റെ കുറവാണ്? സമ്പത്തുണ്ട്, അറിവുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഇന്ന് ഈ കുടുംബത്തിൽ ഒരു കാര്യം നഷ്ടമായിരിക്കുകയാണ്. കർത്താവിനെ നമുക്ക് അവൻ ഇവിടെ ഇല്ലാത്തൊരവസ്ഥ. മാർത്ത പറഞ്ഞു, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ഈ മരണം ഇവിടെ സംഭവിച്ചത് കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബത്തിൽ നഷ്ടമാവുന്നതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ വിഷയം, ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് എടുക്കുന്നത്. അതുവഴി നമ്മുടെ കുടുംബത്തെ കുറച്ചുകൂടെ സ്മാർട്ടാക്കാനായിട്ട് ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് യുവതലമുറയിലെ ന്യൂജൻ പേരൻസിന് കൂടുതൽ ഉപകാരം കിട്ടുമെന്നുള്ള ഒരു ചിന്തകൊണ്ടാണ് ഇത് പങ്കുവയ്ക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് തന്നെ അറിയാവുന്ന ഒരു അനുദിന ജീവിത യാഥാർത്ഥ്യമുണ്ട്. ചില കുഞ്ഞുങ്ങളുടെ പെരുമാറ്റ ശൈലികൾ കാണുമ്പോൾ നമുക്ക് അവരുടെ മാതാപിതാക്കളെ സല്യൂട്ട് ചെയ്യാൻ തോന്നും. അത്രയും മാന്യമായ പെരുമാറ്റം, നല്ല പെരുമാറ്റ ശൈലി, ആരോടും ഇടപെടാനായിട്ട് സാധിക്കുന്ന മാതാപിതാ ഗുരു ദൈവം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു, ഗുരുഭൂതന്മാരെ ആദരിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, അങ്ങനെ ആചാര്യ ദേവോഭവ, ഗുരുക്കന്മാരെ ആദരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ അതിഥി ദേവോഭവ. ഈ തരത്തിലൊക്കെ നമ്മുടെ ചില കുഞ്ഞുങ്ങളുടെ പെരുമാറ്റം കാണുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഈ തരത്തിൽ രൂപപ്പെട്ടതിനെ കുറിച്ച് നമുക്ക് അഭിമാനം തോന്നും. ഇതൊരു വശം. അതോടൊപ്പം തന്നെ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ഈ കുടുംബജീവിതത്തിൻ്റെ ഈ ഒരു തലത്തോടൊപ്പം തന്നെ നമുക്കിന്ന് കാണുകയാണ് സഹിക്കാനാവാത്ത, വളരെ ഇമ്മച്ചുറായിട്ടുള്ള ഒരു സാധാരണ കൊച്ചിൻ്റെ പെരുമാറ്റ ശൈലി ഇല്ലാതെ പെരുമാറുന്ന ഒത്തിരി കുട്ടികളുണ്ട്. ടീച്ചേഴ്സ് വിഷമിക്കുന്നു, മാതാപിതാക്കൾ വിഷമിക്കുന്നു, പുറത്തിറങ്ങി കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, ഒരു പൊതുപരിപാടിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെയ്യുന്ന പെരുമാറാൻ അറിയത്തില്ലാത്ത നമ്മൾ പലരുടെയും മനസ്സിൻ്റെ ഒരു ദുഃഖമാണ്. നമ്മുടെ പല കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഈ കുഞ്ഞുങ്ങൾ ഈ തരത്തിൽ പെരുമാറുന്നത്? ഇവിടെ ആരും സ്മാർട്ടാകാത്തത് കൊണ്ടാണ്. ഈ കൊച്ചിൻ്റെ ഉടുപ്പ് നോക്കിയാൽ നല്ലതാണ്, ആഭരണങ്ങൾ നോക്കിയാൽ നല്ലതാണ്, മാതാപിതാക്കൾക്കാണ് വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിൽ ഇങ്ങനെ വ്യത്യാസം വരുന്നത്? ഈശോ മിശിഹായ്ക്ക് 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഹെറാക്ലീറ്റസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു ദൈവിക വെളിപാട് പറഞ്ഞു. യുവർ ക്യാരക്ടർ ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ. നിന്റെ സ്വഭാവമാണ് നിന്റെ ഭാവി നിശ്ചയിക്കുന്നത്. യുവർ ക്യാരക്ടർ ഡിസൈഡ്സ് യുവർ ഫ്യൂച്ചർ. നിന്റെ സ്വഭാവമാണ്, അതായത് നിന്റെ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത്. നമ്മുടെ ഏറ്റവും വലിയ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിലിരിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഏറ്റവും വലിയ നീക്കിയിരിപ്പ് നമ്മുടെ സ്വഭാവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കഴിഞ്ഞ 4-5 തലമുറകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ വന്നിരിക്കുന്ന തകർച്ചയുടെയും തളർച്ചയുടെയും അതുപോലെ തന്നെ ഉയർച്ചയുടെയും പിന്നിൽ നിൽക്കുന്ന സാധിക്കും ആ കുടുംബത്തിലെ മാതാപിതാക്കളും മക്കളുടെ ഈ സ്വഭാവത്തിലുണ്ടായ വ്യതിയാനങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വഭാവ വ്യത്യാസം ഇതുപോലെ വരുന്നത്? ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ പറയുന്നൊരു സങ്കടമുണ്ട്. മൂത്ത കൊച്ചു നോക്കിക്കോ, എത്ര നല്ല സ്വഭാവമാണ്. രണ്ടാമത്തെ കൊച്ചിനെ നോക്കിക്കൊണ്ട് അമ്മമാരല്ലേ അപ്പനൊക്കെ ചില പറയാറുണ്ട്, ഇത് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടായ കുട്ടിയാണ്. എന്തേ ഒരേ മാതാപിതാക്കൾക്ക് 2 സ്ഥലത്തും 2 സമയത്തും ഉണ്ടായി കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള സ്വഭാവ വ്യത്യാസം? നമ്മൾ ഇതിലേക്ക് ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാമത്തെ വചനം, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ 7-ാമത്തെ വചനം പൗലോസ് പറയുകയാണ്, മനുഷ്യ നിനക്ക് ദൈവത്തെ കബളിപ്പിക്കാനാവില്ല. നീ വിതച്ചതെന്തോ അത് നീ കൊയ്യും. നീ എന്ത് വിതച്ചോ അത് നീ കൊയ്യും. വീണ്ടും സഭാപ്രസംഗന്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ 3-ാമത്തെ വചനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. അതായത് നടാനൊരു കാലമുണ്ട്, കൊയ്യാനൊരു കാലമുണ്ട്, വിതയ്ക്കാനൊരു കാലഘട്ടമുണ്ട്, പറിച്ച് നടാനൊരു കാലഘട്ടമുണ്ട്, പരിപാലിക്കാൻ കാലമുണ്ട്. ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്തില്ലെങ്കിൽ അതിന്റെ തിക്ത അനുഭവം അനുഭവിക്കേണ്ടി എന്ന് പറയാം. കൃഷിശാസ്ത്രം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികൾ കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഈ കൃഷിശാസ്ത്രത്തിൽ ഒരു തത്വമുണ്ട്, നല്ലതേ നടാവൂ, നല്ലതേ നടാവൂ. നമ്മളൊരു നഴ്സറിയിൽ ചെല്ലുകയാണെങ്കിൽ പൂക്കളുടെയോ കായ്കനികളുടെയോ ഏതെങ്കിലും ആ തരത്തിലുള്ള വെജിറ്റബിൾസിൻ്റെ ആകാം, അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെ ആകാം, അങ്ങനെയുള്ള തോട്ടങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ നഴ്സറികളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആരും ചെന്ന് ഇഷ്ടമുള്ള ഒരു തൈ തരാൻ പറയില്ല. നമ്മൾ പറയുന്നത് ഏറ്റവും നല്ല തൈ നമുക്കുണ്ടാവും, നല്ലതേ നടാവും. നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ചു, വിത്ത് ഗുണം 10 ഗുണം.
പാത്രഗുണം 12. നല്ലത് നട്ടാൽ നല്ലത് കിട്ടും, നല്ലപോലെ പരിപാലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ഫലം കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലുള്ള ഈ വ്യത്യാസങ്ങൾ കാണുന്നത്? മനഃശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ദ വേ ഐ ഡു ഈസ് ദ വേ ഐ വാസ്. ഞാൻ ഇന്ന് എന്തു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ വരെ എന്തായിരുന്നു എന്റെ വെളിച്ചത്തിലാണ്. ഈ കൊച്ചിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിക്ക് തുടങ്ങിയതല്ല. അപ്പൊ എവിടെയാണ് ഇത് ആരംഭിച്ചത്? ഇവിടെയാണ് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വചനം നമുക്കൊരു വെളിച്ചം നൽകുകയാണ്. ഈശോ മിശിഹായ്ക്ക് തന്നെ 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, അതായത് ജനിതക ശാസ്ത്രത്തിന്റെ ആദ്യ പ്രിൻസിപ്പിൾ എന്ന് വേണം വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ദൈവത്തിന്റെ ആത്മാവൊക്കെ വെളിപ്പെടുത്തി തരികയാണ്. പ്രവാചകന്റെ പുസ്തകം 1:14. അമ്മയുടെ മാതൃഗർഭത്തിലാണ് വിശ്വാസം ലഭിക്കുന്നത്. അമ്മയുടെ മാതൃഗർഭത്തിലാണ് വിശ്വാസം ലഭിക്കുന്നത്. ആധുനിക മനഃശാസ്ത്രം പറയും ഫോർമേഷൻ ഈസ് എ പ്രോസസ് ഫ്രം വൂം ടു ദ ടൂംബ്. വിശ്വാസവും വിദ്യാഭ്യാസവും ആരംഭിക്കുന്നത് അമ്മയുടെ മാതൃഗർഭത്തിലാണ്. നമ്മുടെ മിടുക്കരായ കുഞ്ഞുങ്ങൾ കുരിശ് വരയ്ക്കുന്ന സമയത്ത് മാത്രം തലയൊടിഞ്ഞിരിക്കുന്നു. 5 മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ആ കൊച്ചിന് താല്പര്യമുണ്ട്. പലരുടെയും ഒരു സങ്കടമാണ്, പള്ളിയിൽ മാത്രം പോയി ഇരിക്കാൻ സാധിക്കുന്നില്ല. മറ്റുള്ള എല്ലാ മേഖലയും ആത്മീയമായ ഒരു കാര്യം കേട്ടുകഴിയുമ്പോൾ ഈ കൊച്ചിന് അസ്വസ്ഥതയാണ്. എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന്റെ വേര് കിടക്കുന്നത്? ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. വിജ്ഞാന പുസ്തകത്തിൽ വളരെ മനോഹരമായ രീതിയിൽ ഇതിന്റെ കാരണം പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ചില കുഞ്ഞുങ്ങൾ നമ്മളെ സാധിക്കുമല്ലോ, കാരണവന്മാരുടെ വലിയൊരു സങ്കടമാണ്. കാലമെത്തും മുമ്പേ യാത്രയായിപ്പോയ ചില കുഞ്ഞുങ്ങൾ. അതിനെപ്പറ്റി ഒരു ചെടി നടന്നതിനോടാണ് വിജ്ഞാന പുസ്തകം ഉപമിക്കുക. വിജ്ഞാന പുസ്തകം 4-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം. എല്ലാവരും ഇത് വായിക്കുകയും പഠിക്കുകയും. പലപ്പോഴും ഇന്ന് നമുക്ക് അനുദപിച്ചാൽ തിരിച്ചു വരാനുള്ള മാർഗങ്ങളുണ്ട്. എന്താണ് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചത്? എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിച്ചത്? വിജ്ഞാന പുസ്തകം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവിഹിതമായ വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാവും. അവിഹിത വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും. വിജ്ഞാന പുസ്തകം 4-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനമാണ്. ഈ അവിഹിത വീഴ്ച എന്നതുകൊണ്ട് വചനത്തിൽ ഉദ്ദേശിക്കുന്നതാണ് അൺലോഫുൾ റിലേഷൻഷിപ്പ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും സ്നേഹത്തിലും പ്രാർത്ഥിച്ചൊരുങ്ങാതെ പ്രാർത്ഥനയുടെ സ്നേഹത്തിന്റെയും അന്തരീക്ഷത്തിലല്ലാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാവും. ഇനി അവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നതാണ് അവിടെ വചനം പറയുക. അതിനെ ഒരു ചെടിയോട് ഉപമിക്കുകയാണ്. 1, ആഴത്തിൽ വേരൂന്നുകയില്ല, ഉറച്ചു നിൽക്കുകയില്ല. മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും ജനിച്ചൊരു കുഞ്ഞും അല്ലാതെ ജനിച്ചൊരു കുഞ്ഞും തമ്മിൽ 237% വ്യത്യാസപ്പെടുന്ന ആധുനിക ജനിതക ശാസ്ത്രം പറയുക. പ്രാർത്ഥിച്ച് ഒരുങ്ങി ജനിച്ചൊരു കുഞ്ഞും അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിൽ, മാതാപിതാക്കളുടെ സ്നേഹത്തിന്റെ നിറവിൽ നിന്ന് ജനിച്ച കുഞ്ഞും അല്ലാതെ ജനിക്കുന്ന കുഞ്ഞും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ വചനം പറയുകയാണ്, ആ കൊച്ചുങ്ങൾ, ഇങ്ങനെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആഴത്തിൽ വേരൂന്നുകയില്ല, ഉറച്ചു നിൽക്കുക. വേരിറങ്ങാൻ പറ്റില്ല. രണ്ടാമത് പറയണേ, അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറയ്ക്കായികയാൽ അവ അതായത് കാറ്റിൽ ഉലയും, കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും. പ്രതിരോധ ശക്തി കുറവായിരിക്കും. രോഗത്തിന്റെ മാത്രമല്ല, ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മതി, ടീച്ചർ ഒന്ന് കളിയാക്കിയാൽ മതി, അല്ലെങ്കിൽ ടെലിവിഷൻ കാണണ്ടായിരുന്നു വഴക്ക് പറഞ്ഞാൽ മതി, അവിടെ തന്നെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. വീണ്ടും വചനം പറയുകയാണ്, 3-ാമതായിട്ട് പറയുകയാണ്, വളർച്ചയെത്തും മുമ്പേ ശാഖകൾ ഒടിഞ്ഞു പോകും. കൃഷിക്കാരുടെ വലിയൊരു സങ്കടമാണ്. ഈ ദിവസങ്ങളിൽ കാറ്റും മഴയൊക്കെ ഉണ്ടാകുന്നുള്ള പ്രവചനമുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവൻ കൊടുത്ത് പരിപാലിച്ചുകൊണ്ട് ആ ചെടി ഒടിഞ്ഞു പോകുക എന്ന് പറഞ്ഞത്, ഫലം തല്ലകാതെ ഒടിഞ്ഞു പോകുക എന്ന് പറയുന്ന സങ്കടമാണ്. വചനം പറയുകയാണ്, വളർച്ചയെത്തും മുൻപേ ശാഖകൾ ഒടിഞ്ഞു പോകും. ഇനി 4-ാമതായിട്ട് പറയുകയാണ്, കനികൾ പാകമെത്താത്തതിനാൽ, അതായത് ഭക്ഷണയോഗ്യമല്ല, അതായത് മക്കളെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടാത്ത അവസ്ഥ. മൂത്ത് കായ്ച്ച് പഴുക്കാത്ത ഒരു ഫലവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലാത്തതുപോലെ ഈ മക്കൾ എങ്ങും എത്താതെ പോവുകയാണ്. ഡ്രഗ് അഡിക്ഷനായിട്ട് മാറുകയാണ്, ലഹരിയിലേക്ക് പോവുകയാണ്. പലതരത്തിലുള്ള ലഹരിയുടെ ഒരു കമ്പോളമായിട്ട് ഇന്ന് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഡേർട്ടി ബിസിനസ്സിലേക്ക് കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ടുകൊണ്ട് വരികയാണ്. വീണ്ടും വചനം പറയുകയാണ്, ഒന്നിനും ഉപയുക്തമല്ല. നീ മക്കളെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. കാരണന്മാർ പറയത്തില്ലേ, മക്കളുണ്ടായിരുന്നു പക്ഷേ അവരെ കൊണ്ട് യാതൊരു ഉപകാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 3:19 പറയുന്നത്, അധർമ്മികളുടെ സന്തതി പരമ്പരകൾക്ക് ഭീകരമായ നാശം സംഭവിക്കും. ആരാണ് ഈ അധർമ്മികൾ എന്ന് പറയുന്നത്? അതായത് പ്രാർത്ഥനയിലും സ്നേഹത്തിലും ദൈവ നിയമത്തോട് വിശ്വസ്ത പുലർത്താതെ അവസരത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ അവരുടെ തലമുറകൾക്ക് ഭീകരമായ നാശം സംഭവിക്കും. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 16:3, പ്രഭാഷകൻ 16:3,
ദൈവഭയം ഇല്ലാത്തവർക്ക് മക്കൾ ജനിക്കാതിരിക്കുന്നതാണ് നല്ലത്. ദൈവഭയമില്ലാത്ത മക്കൾ ജനിക്കുന്നതിനും ഭേദം അവർക്ക് മക്കളില്ലാതെ ആകുന്നതാണ്. മാതാപിതാക്കൾക്ക് ദൈവഭയമില്ലാത്ത മക്കൾ ജനിക്കാതിരിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ സ്വഭാവ സവിശേഷതകളെ പറ്റി പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. പലർക്കും വിചാരണമുണ്ട്, ഒരു നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കൊണ്ടുപോയി കൊച്ചിനെ ചേർത്ത് കഴിഞ്ഞാൽ ആ കൊച്ച് അതോടുകൂടി അതെല്ലാം രക്ഷപ്പെടുന്നു. പലപ്പോഴും ഇത് വികലമായൊരു ചിന്തയാണ്. എ ചൈൽഡ് എഡ്യൂക്കേറ്റഡ് ഓൺലി അറ്റ് സ്കൂൾ ഈസ് എ മിസ് എഡ്യൂക്കേറ്റഡ് ചൈൽഡ്. സ്കൂളിൽ മാത്രം പഠിച്ച കുട്ടി എന്ന് പറയുന്നത് മിസ് എഡ്യൂക്കേറ്റഡ് ചൈൽഡാണ്. കാരണം ഈ കൊച്ചിന്റെ പ്രാഥമിക വിദ്യാലയം അമോറിസ് ലെറ്റീസിയ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധനമാണ് കുടുംബ സ്നേഹത്തിന്റെ ആനന്ദം. സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, കുടുംബമാണ് പ്രാഥമിക ദൈവാലയം. ആ പ്രാഥമിക ദൈവാലയത്തിലെ പുരോഹിതനാണ് അപ്പനും അമ്മയും. ഒരു പുരോഹിതനല്ല ഒരു യഥാർത്ഥത്തിൽ ഒരു പള്ളിയിൽ വരുന്ന അവസരത്തിൽ മാമോദിസായൊക്കെ മുക്കുന്നുണ്ടെങ്കിലും ഒരു അച്ഛനല്ല ഒരു കൊച്ചിനെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്നത്. ആ പുരോഹിതൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിലാണ് ദൈവാലയത്തിലെ അപ്പനും അമ്മയാണ് പുരോഹിതര്. പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക, അതാണ് പൗരോഹിത്യ ധർമ്മം. അപ്പൊ കുടുംബത്തിലെ പുരോഹിതരായ അപ്പന്റെയും അമ്മയുടെയും പ്രഥമ ഒരു ദൗത്യമാണ് കുടുംബം ദൈവാലയമാണ്. ആ സ്നേഹത്തിന്റെ ആലയമാണ്, ജീവന്റെ ആലയമാണ്, അഭയ കേന്ദ്രമാണ്. അതുകൊണ്ട് അവിടെ പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ഒരു ധർമ്മമാണ്. രണ്ടാമതായിട്ട് സഭ പറയും കുടുംബം എന്ന് പറയുന്നത് പ്രാഥമിക ദൈവാലയമാണ്, പ്രാഥമിക വിദ്യാലയമാണ്, പ്രൈമറി സ്കൂളാണ്. അവിടുത്തെ ടീച്ചർ ആരാണ്? അപ്പനും അമ്മയുമാണ്. അവിടെ സിലബസ് നിശ്ചയിക്കുന്ന ആരാണ്? അപ്പനും അമ്മയുമാണ്. അവിടെ പരീക്ഷ ഇടുന്ന ആരാണ്? അപ്പനും അമ്മയുമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കുടുംബമാണ്. വലിപ്പം കൊണ്ട് ചെറുതാണെങ്കിലും പ്രാധാന്യം കൊണ്ട് മൂല്യങ്ങളെ സംസ്കരിച്ചെടുക്കുന്ന, മൂല്യങ്ങളെ ആവഹിച്ചെടുക്കുന്നതാണ് കുടുംബം. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കുടുംബമാണ്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് സഭ ഇന്ന് സഞ്ചരിക്കേണ്ട പാത എന്ന് പറഞ്ഞ കുടുംബമാണ്. കുടുംബ സുവിശേഷം. സഭ സഞ്ചരിക്കേണ്ട പാത എന്ന് പറഞ്ഞേ കുടുംബങ്ങളാകുന്ന പാതയിലൂടെയാണ് സഭ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിച്ചറിയുക, കത്തോലിക്ക സഭയിൽ കുടുംബത്തിന് ജീവിക്കാനുള്ള എല്ലാ വിധത്തിലുള്ള വെളിപാടുകളും വെളിപ്പെടുത്തലും ആത്മീയമായ കാര്യങ്ങളും സഭ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു കുഞ്ഞിന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യത്തിൽ വിശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ, കൂദാസകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ കൊടുക്കുന്നുണ്ട്. കൃപയിൽ വളരുവാനായിട്ടുള്ള മാർഗങ്ങൾ സഭയിൽ ഒരുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ നടന്ന ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് പോലും നമ്മളിന്ന് വീട്ടിലായിരിക്കുമ്പോൾ വീടാകുന്ന ദൈവാലയം ഒരിക്കലും അടച്ചിട്ടില്ല, അവിടുത്തെ പ്രാർത്ഥനകൾ നിലച്ചിട്ടില്ല. ഇവിടെ മാതാപിതാക്കളോടൊപ്പം ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അവർ തിരിച്ചറിയുക, ഇതൊരു ദൈവാലയമാണ്. ഈ ദൈവാലയത്തിന്റെ പുരോഹിതർ ഞാനാണ്. ഈ ദൈവാലയത്തിലെ ഈ സ്കൂളിലെ ഈ പ്രാഥമിക ദൈവാലയത്തിലെ അധ്യാപകർ ഞങ്ങളാണെന്നുള്ള ഒരു തിരിച്ചറിവ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ സ്വഭാവ സവിശേഷതകൾ ഇങ്ങനെ പറഞ്ഞു? ചിലപ്പോൾ ചില വെറും സാമ്പത്തികമായിട്ട് മെച്ചമൊന്നും ആയിരിക്കും നമ്മൾ വിചാരിക്കും, കുടുംബം അല്ലായിരിക്കാം. പക്ഷെ അവിടുത്തെ ആ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റം ഒരു അധ്യാപകൻ എന്നതിൽ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടൊരു കാര്യമാണ്. അതായത് കുട്ടികളുടെ ചില പെരുമാറ്റം കാണുമ്പോൾ അറിയാതെ തന്നെ അവരുടെ മാതാപിതാക്കളോട് നമുക്കൊരു ബഹുമാനം തോന്നും. കാരണം ഇത് കുടുംബത്തിൽ നിന്ന് പഠിച്ചതാണ്. അരിസ്റ്റോട്ടലിനോട് ഒരിക്കൽ അരിസ്റ്റോട്ടലിന്റെ അടുത്തൊരു കൊച്ചു കുഞ്ഞുമായിട്ട് 5 വയസ്സുള്ള കൊച്ചു കുഞ്ഞുമായിട്ട് ഒരു യുവതി വന്നു. അത് ഈ ശമിശയ്ക്ക് 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഗ്രീസ്, ആഥൻസ് അറിവിന്റെ കേന്ദ്രമാണ്. അവർക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ അവർ ശ്രദ്ധിച്ചൊരു നാടാണ്. അറിവിന്റെ കേന്ദ്രമാണ് ആഥൻസ്. ആത്മീയ കേന്ദ്രമാണ് ജെറുസലേം. അതാണ് ജെറുസലേമും ആഥൻസ്. വിശ്വാസവും യുക്തിയുടെയും 2 സ്ഥലമാണ്. അപ്പൊ ഈശോയെ തേടാനായിട്ട് ഗ്രീക്കുകാരൊക്കെ വരുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. അപ്പൊ ഈ യുവതി വന്നിട്ട് അരിസ്റ്റോട്ടലിനോട് ചോദിച്ചു, എൻ്റെ കൊച്ചിനെ എന്നുതൊട്ടാണ് ഞാൻ പഠിപ്പിക്കേണ്ടത്? എന്നുതൊട്ട് പഠിപ്പിക്കണം? അപ്പൊ അരിസ്റ്റോട്ടൽ ഈ കൊച്ചിന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, നിന്റെ കുട്ടിക്ക് എത്ര വയസ്സായി? അവൾ പറഞ്ഞു 5 വയസ്സായി. അദ്ദേഹം പറഞ്ഞു, മോളെ 6 വർഷം പാഴായിപ്പോയി. നിന്റെ ഈ കുഞ്ഞ് നിന്റെ ഉദരത്തിൽ രൂപപ്പെട്ട നാളെ തൊട്ട് അതിനു മുൻപേ തന്നെ ഒരുക്കം തുടങ്ങേണ്ടതായിരുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു ഭാരതീയ സൂക്തമുണ്ട്, മനുഷ്യന്റെ ഹൃദയെ ജനിക്കണം, ഉദരേ ജനിച്ചാലോ മൃഗമായി ഭവിച്ചിടും. മനുഷ്യന്റെ ഹൃദയത്തിലാണ് ജനിക്കുന്നത്. ഉദരത്തിൽ നേരിട്ട് ജനിച്ചാൽ എന്തായിട്ട് തീരും? മൃഗമായി തീർന്നിടും. മൃഗ സ്വഭാവം കാണിക്കും. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം, മൃഗത്തിന്റെ ലൈംഗികതയ്ക്ക് വംശവർദ്ധന എന്ന് പറയുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. സന്താനോത്പാദനം മാത്രമേ ഉള്ളൂ, വംശവർദ്ധനു വേണ്ടി മാത്രമാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സ്നേഹവിനിമയമാണ്. സ്നേഹവിനിമയത്തിൽ നിന്നുമാണ് ജീവവിനിമയം ഉണ്ടാകുന്നത്. എപ്പോഴൊരു കുഞ്ഞ് ജനിക്കണം, എപ്പോഴും കുഞ്ഞ് ജനിക്കണ്ട എന്ന് തീരുമാനിക്കുള്ള കഴിവും പ്രാപ്തിയും മനുഷ്യവ്യക്തിക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യന്റെ ഹൃദയത്തിൽ ജനിക്കണം. ഹൃദയത്തിൽ ജനിച്ചാലേ എന്തുള്ളൂ? മനുഷ്യന്റെ സ്വഭാവം കാണിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മൃഗസ്വഭാവം കാണിക്കുമെന്ന് ആചാര്യന്മാരൊക്കെ പറഞ്ഞു തന്നത് പരമസത്യമാണ്. അപ്പൊ ഈശോ പറഞ്ഞു, ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ആത്മാവാണ്. എങ്ങനെയാണ്
ഈ മാതാപിതാക്കളുടെ സ്വഭാവം മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മൾ പറയാറുണ്ട്, അമ്മയെ പോലുള്ള അമ്മയുടെ മുഖമാണ്, അപ്പൻ്റെ ഷെയ്പ്പാണ്, അമ്മയുടെ മുടിയാണ്, അല്ലെങ്കിൽ അപ്പൻ്റെ മുഖത്തിൻ്റെ ഷെയ്പ്പാണ് കുഞ്ഞുങ്ങൾക്കെന്നൊക്കെ പലപ്പോഴും സത്യമായിട്ട് പറയാറുണ്ട്. അപ്പനെ വാർത്തു വെച്ചിരിക്കുന്നതാണ്, അമ്മയെ വാർത്തു വെച്ചിരിക്കുന്ന മോനാണ് മോളാണെന്ന് പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതൊരു ശാരീരികമായൊരു കൈമാറ്റം മാത്രമല്ല, മാതാപിതാക്കളുടെ ശാരീരിക ഘടനയും മാനസിക ഘടനയും ആത്മീയ പ്രത്യേകതയും മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള ആദ്യമായിട്ടുള്ള ശാസ്ത്രീയ പഠനം നടന്നത് ഫ്രാൻസിലാണ്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും +2 വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലാമാർക്ക് എന്ന് പറയുന്ന ജോൺ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്ന് പറഞ്ഞ മനുഷ്യൻ 1809 ഒരു തിയറിയുമായിട്ട് സിദ്ധാന്തവുമായിട്ട് കടന്നു. അദ്ദേഹത്തിന്റെ തിയറി ഏതായിരുന്നു? ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ. അതായത് മനുഷ്യ വ്യക്തിയുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, മാതാപിതാക്കളുടെ സ്വഭാവം എങ്ങനെയാണ് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ തിയറി ആദ്യകാലങ്ങളിലൊക്കെ അംഗീകരിച്ചു. പക്ഷെ എന്നാലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ജീനുകളെ പറ്റിയുള്ള പഠനം ഒന്നും കാര്യമായിട്ട് വന്നിട്ടില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അപ്പന്റെ അതേ ശാരീരിക പ്രത്യേകതകളൊക്കെ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്, അമ്മയുടെ മാനസിക പ്രത്യേകതകളും ഈ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് എങ്ങനെ എന്ന് ശാസ്ത്രലോകത്തിന് അന്ന് വ്യക്തമല്ല. പക്ഷെ അടുത്ത കാലങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും, ജീനോം പ്രോജക്റ്റ് 2000 ശേഷം ശാസ്ത്രലോകത്ത് വന്നിരിക്കുന്ന ജനറ്റിക് റവല്യൂഷനാണ്. ജീനുകളെ പറ്റിയുള്ള പഠനങ്ങൾ ഇന്ന് ശാസ്ത്രലോകത്ത് വന്നിരിക്കുന്ന വലിയൊരു വിപ്ലവകരമായവരാണ്. അവിടെ വളരെ മനോഹരമായ രീതിയിൽ സയൻസ് നമുക്ക് നല്ല മനോഹരമായ രീതിയിൽ വെളിപാടുകൾ നൽകുന്നുണ്ട്, വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. ദൈവിക വചനത്തിന്റെ ശാസ്ത്രീയ പിൻബലം, അമ്മയുടെ മാതൃഗർഭത്തിലാണ് കൊച്ചിന് വിശ്വാസം കിട്ടുന്നതെന്നുള്ള ദൈവവചനത്തിന് ശാസ്ത്രീയ പിൻബലം കിട്ടുകയാണ്. ജഡത്തിൽ നിന്ന് ജനിച്ചാൽ ജഡമായി തീരുമെന്നും ആത്മാവിൽ നിന്ന് ജനിച്ചാൽ ആത്മാവിന്റെ സ്വഭാവമുള്ള ആയിരിക്കുമെന്ന് ഇന്ന് നമുക്ക് സയൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് മനുഷ്യന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്, കോശമാണ്. ഒരു കോശം, ഈ ഒരു കോശത്തിൽ 31 ലക്ഷം ജീനുകളുണ്ട്. മനുഷ്യന്റെ ഒരു കോശത്തിൽ 31 ലക്ഷം ജീനുകളുണ്ട്. ഒരു കോശത്തിൽ, ഈ കുട്ടികൾക്കൊക്കെ അറിയാനായിട്ട് സാധിക്കും, ഒരു കോശത്തിൽ നൂല് പോലെ വട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, നൂല് പോലെ ത്രെഡ് പോലെ നിൽക്കുന്ന കാരണം അതിനെ ക്രോമസോം എന്ന് പറയും. ഒന്ന് കോശം, കോശത്തിനുള്ളിൽ ക്രോമസോമുകളുണ്ട്, നൂല് പോലെ. ഇനി ഈ നൂലുകളിൽ നമ്മുടെ കൊന്തയുടെ മുത്ത് പോലെ ഒരു പൊട്ട് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ജീനുകൾ എന്ന് പറയുന്നത്. അപ്പൊ ചുരുക്കപ്പെടുന്ന എത്രയേ ഉള്ളൂ, ഒരു കോശത്തിൽ ക്രോമസോം ഉണ്ട്, ജീനുകളുണ്ട്. എന്താ ഈ ജീനിന്റെ പ്രത്യേകത? അതായത് നമ്മുടെ ബ്ലൂ പ്രിന്റ് ആണ് ഒരു മനുഷ്യ വ്യക്തിയുടെ ശാരീരിക, മാനസിക, ആത്മീയ പ്രത്യേകതകൾ മുഴുവനും റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ജീനിലാണ്. അതായത് ഒരു മനുഷ്യന്റെ വിത്താണ് ജീൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ വിത്താണ്. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമ്മയും അപ്പനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടൊരു കുഞ്ഞ് ജനിക്കുന്ന അവസരത്തിൽ അപ്പന്റെ ബീജകോശത്തിലൂടെ കടന്നു വരുന്നത് അപ്പന്റെ ഡോമിനന്റ് ജീനാണ്. അതായത് അപ്പന്റെ ഏറ്റവും നല്ല സ്വഭാവമാണെങ്കിൽ അത് കടന്നുപോരും, മോശ സ്വഭാവമാണെങ്കിൽ അത് കടന്നുപോരും. അമ്മയുടേത് ഏറ്റവും നല്ല സ്വഭാവമാണെങ്കിൽ കടന്നു വരും, അല്ലെങ്കിൽ മോശ സ്വഭാവമാണെങ്കിൽ ആ ജീൻ കടന്നു വരും. ഉദാഹരണമായിട്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മദ്യപാനാസക്തിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആൽക്കഹോളിക് ആക്ടിവേറ്റഡ് ജീൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മദ്യാസക്തിയിൽ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ജീനുകളാണ്. ആ സമയത്ത് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ 20% ഇന്റലിജൻസ് കുറവായിരിക്കും. 20% ഇന്റലിജൻസ് കുറവായിരിക്കും. ഇനി അതുപോലെ തന്നെയാണ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, പോണോഗ്രഫിയുടെ ഒരു കാലഘട്ടത്താണ് ജീവിക്കുന്നത്. അപ്പൊ ഈ പോൺ വീഡിയോസും ചിത്രങ്ങളും കണ്ട് ആ സമയത്ത് അങ്ങനെയുള്ള അവസരത്തിൽ ജനിക്കുന്ന പോൺ ആക്ടിവേറ്റഡ് ജീനിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ 2 വയസ്സ് പോലും ആകേണ്ട നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം വൃത്തികേട് കാണിക്കുന്ന കൊച്ചിന്റെ സ്വഭാവമായിട്ട് മാറും. സ്കൂളിൽ പഠിപ്പിക്കുന്ന നഴ്സറി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി, ഈ 3 വയസ്സ് കൊച്ചു കാണിക്കുന്ന വൃത്തികേട് എവിടുന്ന് വന്നു? അതുപോലെ തന്നെ അപ്പനും അമ്മയും തമ്മിൽ സ്നേഹമില്ലാതിരിക്കുന്ന അവസരത്തിൽ ഒരു ഡൊമസ്റ്റിക് റേപ്പിൽ ജനിക്കുന്ന കുഞ്ഞെന്ന് പറഞ്ഞാൽ അപ്പനെ കണ്ണിന് കണ്ടുകൂടാത്ത അനുഭവങ്ങൾ വരും. അപ്പൊ ആൽക്കഹോളിക് ആയിക്കഴിഞ്ഞു. അതുപോലെ തന്നെ കുടുംബത്തെ, അതാണ് പറയുന്നതിന്റെ തിയറി ഇതാണ്, ABC. അമ്മയുടെ ABC ആണ് കൊച്ചിന്റെ DEF നിശ്ചയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അമ്മയുടെ ABC എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന മനോഭാവം, എന്ന സമയത്ത് അമ്മയുടെ മനോഭാവം, സ്നേഹത്തിലും പ്രാർത്ഥനയിലും സന്തോഷത്തിലുമാണ് ആ കുഞ്ഞിനെ അമ്മ സ്വീകരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിന്റെ സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാവും. ഒന്ന് 2 ബിഹേവിയർ, അമ്മയുടെ സ്വഭാവ പ്രത്യേകതകൾ, ബിഹേവിയേഴ്സ്. പ്രത്യേകിച്ച് ഈ 250 ദിവസം അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ അമ്മയുടെ പ്രാർത്ഥന, അമ്മയുടെ സ്നേഹസന്തോഷം, അമ്മയുടെ പെരുമാറ്റ ശരികൾ ഈ കൊച്ചു വലിച്ചെടുക്കുകയാണ്.
ഗർഭിണിയായ ഒരു അമ്മയെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആന്റിന പോലെയാണ്. നമുക്ക് ഡിജിറ്റൽ ആന്റിനകളുണ്ട്. അന്തരീക്ഷത്തിൽ കടന്നു പോകുന്ന ഓഡിയോ വീഡിയോ തരങ്ങൾ അത് പിടിച്ചെടുത്ത് നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ എത്തിക്കുന്നത് പോലെ ഒരു അമ്മയുടെ കണ്ണിലൂടെ, ചെവിയിലൂടെ, മൂക്കിലൂടെ, നാക്കിലൂടെ, സ്പർശനത്തിലൂടെ പഞ്ചേന്ദ്രിയങ്ങൾ 5, 6ാമത്തേത് മനസ്സ്, 7ാമത്തേത് യുക്തിബോധം, ഇന്റലക്ട്, ഈ 7 വിധത്തിൽ ഈ അമ്മയിലൂടെ കടന്നു പോകുന്ന മുഴുവനും ഈ 1.5 മീറ്റർ അല്ലെങ്കിൽ 3/4 മീറ്റർ നീളമുള്ള ഈ കോഡിലൂടെ ഈ കുഞ്ഞിലേക്ക് കിട്ടുകയാണ്. ടെലിവിഷൻ സ്ക്രീനിൽ കിട്ടുന്നത് പോലെ അമ്മയുടെ പഞ്ചേന്ദ്രിയങ്ങൾ പ്ലസ് 6ാമത്തെ ഇന്ദ്രിയമായ മനസ്സ്, 6 സെൻസ്, 7ാമത്തെ ഇന്ദ്രിയമായ യുക്തിബോധം ഇതിലൂടെ കിട്ടുകയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ കാരണവന്മാര് ഈ ജനിതക ശാസ്ത്രത്തെ ഒതുക്കി പറഞ്ഞത് വിത്ത് ഗുണം 10 ഗുണം. അതായത് ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അപ്പന്റെ റോള് 10% അമ്മയുടേത് 100%. പാത്രഗുണം 12. പാത്രഗുണം എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ യൂട്രൈൻ ക്വാളിറ്റി. ഒരു കുഞ്ഞ് ജനിക്കുന്നതിൽ അമ്മയാണ്, അപ്പൻ സ്റ്റാർ ആണെങ്കിൽ അമ്മ സൂപ്പർ സ്റ്റാർ ആണ്. അതായത് ഈ ഒരു കുഞ്ഞ് ജനിക്കുന്ന അവസരത്തിൽ അപ്പനിൽ നിന്ന് വരുന്ന ബീജകോശത്തിലെ ന്യൂക്ലിയസ് മാത്രമേ അമ്മ സ്വീകരിക്കുന്നുള്ളൂ. അമ്മയുടെ ന്യൂക്ലിയസും അപ്പന്റെ ന്യൂക്ലിയസും ഒരുമിച്ച് ചെയ്തു. ഇനി ഈ കുഞ്ഞ് വളരുന്നത് അമ്മയുടെ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ കുഞ്ഞ് വളർന്ന ഒരു കോശത്തിൽ ന്യൂക്ലിയസ് മാത്രമല്ല, ആ ന്യൂക്ലിയസിന് പുറത്തുള്ള എക്സ്ട്രാ ന്യൂക്ലിയസ് ജീനുണ്ട്, പ്ലാസ്മ ജീനുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുണ്ട് എൻ്റെ അമ്മയുടെ ചോരയിലാണ് വളർന്നെന്ന്. ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പന്റെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അപ്പന്റെ സ്വഭാവത്തിന്റെ ജീനുകൾ മുഴുവൻ അടങ്ങിയിരിക്കുന്ന ന്യൂക്ലിയസിലാണ്. അപ്പന്റെ സ്വഭാവത്തിന്റെ ന്യൂക്ലിയസ് കിട്ടി, ബാക്കി അമ്മയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിന്റെ വളർച്ചയിൽ അപ്പന്റെ റോള് 10 ആണെങ്കിൽ അമ്മയുടേത് 100 ആണ്. പാത്രഗുണം 12, യൂട്രൈൻ ക്വാളിറ്റി. അപ്പൊ എക്സ്ട്രാ പ്ലാസ്മ ജീന് എന്ന് പറഞ്ഞത്, അതായത് ഈ 280 ദിവസം അമ്മ ചിന്തിക്കുന്നതും അമ്മ കാണുന്നതും അമ്മ കേൾക്കുന്നതും മുഴുവനും ഈ കുഞ്ഞ് ഒപ്പിയെടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന് ക്രിസ്മസിന് 25 ദിവസമേ ഉള്ളൂ. ഇനി നമ്മൾ മംഗളവാർത്തക്കാലം ആരംഭിച്ചിട്ട് നമ്മൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു മാതാപിതാക്കളുടെ ഒരു കാര്യം. അത് നമ്മൾ കാണുന്നുണ്ട്. സ്നാപകയോഹന്നാൻ എൻ്റെ അപ്പനെയും അമ്മയെ പറ്റി പറയുകയാണ്. അവർ നീതിനിഷ്ഠരും, കർത്താവിന്റെ കൽപ്പനകൾ കൃത്യമായ രീതിയിൽ അനുസരിക്കുന്നവരുമാണ്, ദൈവത്തോട് വിശ്വസ്ത, സഹോദരങ്ങളോട് സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് ജനിച്ച കുഞ്ഞ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യമാണ്. അതുകൊണ്ട് അമ്മയുടെ ABC എന്ന് പറയുന്നത് അമ്മയുടെ ആറ്റിറ്റ്യൂഡ്, 2 അമ്മയുടെ ബിഹേവിയർ, 3 അമ്മയുടെ ക്യാരക്ടർ. ഈ 3ാമത്തെ ക്യാരക്ടർ. ഇനി അതെന്താണ് ഇരിക്കുന്നത്? ജനിച്ചു വീഴുന്ന കൊച്ചിന്റെ DF. 1 കൊച്ചിന്റെ ഡയറക്ഷൻ. നമുക്കറിയാം, ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് ചോദിക്കുക, നീ ഇത് കഴിച്ചിട്ട് എന്ത് പഠിക്കാൻ പോവാ? +2 കഴിഞ്ഞ കൊച്ചിനോട് ചോദിക്കുക, നീ നിനക്ക് എന്താ പഠിക്കുക? എനിക്കൊന്നും അറിയത്തില്ല. പിന്നെ ആരാ തീരുമാനിക്കുന്നത്? അമ്മ തീരുമാനിക്കട്ടെ. എങ്ങോട്ട് പോകണമെന്നോ എവിടേക്ക് പോകണമെന്നില്ല, ഒരു തരത്തിലുള്ള ഡയറക്ഷൻ ഇല്ല, ദിശാബോധമില്ലാത്ത കുഞ്ഞുങ്ങൾ. ഒരു 9ാം ക്ലാസ്സെങ്കിലും ആയി കഴിയുമ്പോൾ സാധാരണ രീതിയിൽ നോർമലായിട്ടൊരു കൊച്ച് ഏത് മേഖലയിലേക്ക് പോകുമെന്ന് ആ കൊച്ചു തന്നെ താല്പര്യം കാണിച്ചു. 10ാം ക്ലാസ്സിൽ കയറുമ്പോൾ ആ കൊച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യും. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പറഞ്ഞ് പഠിക്കേണ്ടവർ സയൻസ് ആകാം, മാത്സ് ആകാം, അല്ലെങ്കിൽ ബയോമാത്സ് ആകാം, കമ്പ്യൂട്ടർ ആകാം, ആ തരത്തിൽ ആ കൊച്ച് തിരിച്ചു പോവുകയാണ്. അതായത് 12ാം ക്ലാസ് ഒരു 17 വയസ്സായി കഴിയുമ്പോഴത്തേക്ക് സാധാരണ രീതിയിൽ ഇന്ന് നമ്മുടെ പല കുഞ്ഞുങ്ങളുടെയും പ്രത്യേകതയാണ്, അവർക്ക് ഡയറക്ഷൻ ഇല്ല. അമ്മയോടൊന്ന് ചോദിച്ചു നോക്കിക്കോ. ഈ കുഞ്ഞിനെ അമ്മയുടെ ഉദരത്തിൽ ഗർഭിണിയായിരിക്കുന്ന 280 ദിവസം ആ കൊച്ചവിടെ ഉണ്ടായിരുന്നു. ഈ കൊച്ചിന്റെ തലച്ചോറിന്റെ 70% രൂപപ്പെട്ടത് ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചാണ്. ഈ നാളുകളിൽ എവിടെയെങ്കിലും ഒരു പുസ്തകത്തിന്റെ ഒരു പേജെങ്കിലും ഈ അമ്മ വായിച്ചോ? ബൈബിളില് നമ്മൾ കാണുന്നുണ്ട് ഇത്രയും പുസ്തകങ്ങളുള്ളതാണ്. 73 പുസ്തകങ്ങൾ ഒരു പുസ്തകമെങ്കിലും വായിച്ചോ? ഒരു സങ്കീർത്തനമെങ്കിലും വായിച്ചോ? എന്തിനാണ് ഒരു ജപമാലയെങ്കിലും ചൊല്ലി? എല്ലാവരും ചെല്ലിയില്ലെന്നുള്ള അർത്ഥത്തിലല്ല ഇത് പറയുക. സ്വയം തിരിച്ചറിയേണ്ടതുണ്ട് ഡയറക്ഷൻ. ഇനി ആരാ ഡയറക്ഷൻ കൊടുക്കുന്നത്? കരിയർ ഗൈഡൻസ് ക്ലാസ്സിൽ പോയത് കൊണ്ടൊന്നും ഡയറക്ഷൻ ആവില്ല. എങ്ങോട്ടാ പോകേണ്ടത്? നമ്മുടെ അമ്മമാർ പറയാറുണ്ടല്ലോ, ചില കൊച്ചുങ്ങളൊക്കെ അല്ലെങ്കിൽ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോകുന്ന ചില നേരത്തെ മരിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, എൻ്റെ കൊച്ചിന് തീയും വെള്ളവും തിരിച്ചറിയാറായി, സമാധാനമായെന്ന്. തീയും വെള്ളവും തിരിച്ചറിയാൻ, എന്നാൽ നന്മതിന്മകളെ തിരിച്ചറിയാറായി. ഇത്രയും കാലം ഉണ്ടായിട്ട് ഈ കൊച്ചിന് വേണ്ടി എന്താ കൊടുത്തത്? എല്ലാ മാസവും ഡോക്ടറെ കാണും, നല്ല കാര്യം, പ്രോട്ടീൻ കഴിച്ചു, മൾട്ടിവിറ്റമിൻസ് കഴിച്ചു, കാൽസ്യം കഴിച്ചു, ഫോളിക് ആസിഡ് കഴിച്ചു, ഇതൊക്കെ നല്ലത് തന്നെയാണ്. 3 കിലോ അല്ലെ 3.5 കിലോ നല്ല കൊച്ചു ജനിച്ചു. എന്ത്? ഈ കൊച്ചിന്റെ വളർച്ചയുടെ 30% വൈദ്യശാസ്ത്രത്തിന് കൊടുക്കാൻ പറ്റും. 30%. 3 കിലോ ഉള്ള കൊച്ചല്ല 3.5 കിലോ കുട്ടിയായിട്ട് ജനിച്ചു. വൈദ്യശാസ്ത്രം അത്രേ പറ്റുകയുള്ളൂ. എന്നാൽ ഈ കൊച്ചിന്റെ ഹാർഡ് ഡിസ്ക്, മാനസിക നില, മാനസിക ആരോഗ്യം, ആത്മീയ നില അതിഭീകരമാണ്. ഇനി അടുത്തത് DEF. D അടുത്ത E ആണ്. ഈ കൊച്ചിന്റെ വിദ്യാഭ്യാസം പഠിക്കില്ല.
തലമുറകളായിട്ട് നോക്കിയോ ആ കുടുംബത്തിൽ ആരെയും കുറ്റപ്പെടുത്താനൊന്നും അല്ല പ്രിയപ്പെട്ടവരെ, ചില തിരിച്ചറിവുകളാണ്. മുറിവുകളിൽ നമ്മൾ അറിവുകൾ നേടണം, തിരിച്ചടികളിൽ നിന്ന് തിരിച്ചറിവ് നേടണം. പഴയ തലമുറയെ കുറ്റപ്പെടുത്തലൊന്നുമല്ല, പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാരെങ്കിലും തിരിച്ചറിയണം എന്തുകൊണ്ടാണ് ഈ കൊച്ചിന് പഠിക്കാൻ താല്പര്യമില്ല. ഇത്രയും സൗകര്യങ്ങളുണ്ട്, 10 മിനിറ്റ് ഏകാഗ്രതയോടെ ഇത് പഠിക്കാനായിട്ട് സാധിക്കില്ല. കൊച്ചിന് ഡയറക്ഷൻ ഇല്ല, അതുകൊണ്ട് എഡ്യൂക്കേഷൻ ആ മേഖലയ്ക്ക് പഠിക്കാൻ പറ്റുന്നില്ല. ആ തലമുറകൾ എടുത്ത് നോക്കിയോ, ചേട്ടനിയന്മാരുടെ കുടുംബങ്ങൾ, ആംഗ്ലപെങ്ങന്മാരുടെ കുടുംബത്തിൽ ഡിഗ്രി പാസ്സായൊരു കൊച്ചില്ല. ഇന്ന് കേരളത്തിൽ 30 വയസ്സ് തൊട്ട് 44 വയസ്സ് വരെയുള്ള ഏകദേശം 1 ലക്ഷത്തോളം ക്രിസ്ത്യൻ യുവാക്കന്മാർ ഉണ്ട്. ഒരു വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. ചിലർ പറഞ്ഞു 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു എനിക്കിനി വേണ്ട, സിന്താവ വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. ആർക്ക് വേണ്ടി സിന്താവ വിളിച്ചു? നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശ രാജ്യത്ത് മറ്റു രാജ്യങ്ങളിൽ പഠിച്ച് അവർ നല്ല മിടുക്കരായിട്ട് തീർന്നു കഴിഞ്ഞു. സിന്താവ വിളിച്ചവർ എവിടെ നിൽക്കുന്നു? അത് തന്നെയുമല്ല, ഒരു ഡിഗ്രി പോലും പാസ്സാകാത്ത ഒരു ചെറുപ്പക്കാരൻ എന്ന പുല്ലുവിലയാണ് സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും യുവാവോ യുവതി ഉണ്ടെങ്കിൽ ഓർക്കുക, ഒന്നെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ മരിക്കുക. മരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്നുള്ള അർത്ഥത്തിലല്ല. ഐദർ എൻഡ് ഓർ മെൻസ്. നിങ്ങളുടെ മുമ്പിൽ അത്രമാത്രം സാധ്യതകളാണ്. ഈ ആഗോള ഗ്രാമത്തിൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ, സാഹചര്യങ്ങൾ വിരൽത്തുമ്പിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സൗകര്യങ്ങൾക്ക് ഒരുക്കിക്കഴിഞ്ഞു. ഇന്ന് ഒരുപാട്, അതുകൊണ്ട് പറഞ്ഞ ചില തിരിച്ചടികളിൽ നിന്ന് നമ്മൾ തിരിച്ചറിവുകൾ നേടണം. എഡ്യൂക്കേഷൻ മേഖല പരാജയപ്പെട്ട് കഴിഞ്ഞു. ഇന്നും 10ാം ക്ലാസ്സിൽ തോൽക്കുന്ന കുട്ടികളുണ്ട്. ബുദ്ധിശക്തി കുറവുണ്ടായതുകൊണ്ടൊന്നുമല്ല, വീട്ടിൽ ഭക്ഷണമില്ലാത്ത കൊണ്ടല്ല, ടീച്ചേഴ്സിന്റെ പഠനം മോശമായതുകൊണ്ട്, പഠിപ്പിക്കൽ മോശമായതുകൊണ്ടല്ല. ഇനി മറ്റൊരു കാര്യമുണ്ട്, എഫ് എന്ന് പറഞ്ഞാൽ കൊച്ചിന്റെ ഫെയ്ത്ത്. ഏതെല്ലാം കാര്യങ്ങളിലാണ് കൊച്ചി വിദഗ്ധ. ഒരു 5 മിനിറ്റ് പള്ളിയിൽ ഒന്നിരിക്കാൻ പറ്റുമോ? നെറ്റിയിലൊന്ന് കുരിശ് വരയ്ക്കാൻ അറിയാമോ? വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വാ പൊളിക്കുകയാണ്. പള്ളിയും പള്ളിക്കൂടും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയില്ല. ഒരു പഠിപ്പിക്കുന്ന ടീച്ചറിനെ കണ്ട ഒരു ഗുഡ് മോർണിംഗ്, ഒരു ഗുഡ് ഈവനിങ് എവിടെയാണെന്ന് പറയണമെന്ന് അറിയില്ല. ഈ അടുത്ത കാലത്ത് ഒരു ഭക്ഷണ സ്ഥലത്ത് ഒരു പാർട്ടി നടക്കുന്ന അവസരത്തിൽ അടുത്തിരുന്ന മുതിർന്ന ഒരു ചേട്ടൻ അടുത്തിരുന്ന ഒരു കൊച്ചു പയ്യനോട് പറഞ്ഞു, മോനെ ആ ഭക്ഷണ സാധനം ഒന്ന് എടുക്കാവോ എന്ന് ചോദിച്ചു. ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ തൻ്റെ കേറ്ററിംഗുകാരനൊന്നും അല്ലെന്ന്. ഞാൻ തൻ്റെ കേറ്ററിംഗുകാരനൊന്നുമല്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ അവൻ്റെ അപ്പനേക്കാളും പ്രായമുള്ള കൊച്ചുകൊണ്ട് പറയുക, ആ ഭക്ഷണ സാധനം ഒരു ടേബിളിൽ ഇങ്ങോട്ടൊന്ന് എടുത്തു വെക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കേറ്ററിംഗുകാരനല്ല. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ ഈ തരത്തിൽ രൂപപ്പെട്ടു പോകുന്നത്? ഒന്ന്, കൊച്ചിൻ്റെ ഡയറക്ഷൻ ഇല്ല, എഡ്യൂക്കേഷൻ ഇല്ല, അതുപോലെ തന്നെ വിശ്വാസ മേഖലയിൽ പരാജയമാണ്. അതിന്റെ കാരണം എന്താണ് കിടക്കുന്നത്? ഇതിനെ റൂട്ട് കോസ് എന്ന് പറഞ്ഞ ഈശോ പറഞ്ഞു, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവാണ്. തിരിഞ്ഞു നോക്കാൻ സമയമായി മാതാപിതാക്കളെ. ഇതിന്റെ പ്രായോഗിക വശം ഇങ്ങനെ ജനിച്ചോ? ഇപ്പൊ ഇത് കേൾക്കുന്ന പല മാതാപിതാക്കളും വിചാരിക്കും, ദൈവമേ ശരിയാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ മേലൊന്നും കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ ഇതിന്റെ പ്രായോഗിക വശം നമ്മൾ നാളത്തെ ധ്യാനത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നതാണ്. അപ്പൊ ഒരു സത്യം ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമുക്ക് തെറ്റുപറ്റിയെന്ന് തിരിച്ചറിയുക. ചില മേഖലകളിൽ ഇന്നും പറ്റിക്കൊണ്ടിരുന്ന തെറ്റാണ്. ദൈവത്തിന്റെ വചനം അവിടുത്തെ ശക്തി അറിയാത്തോടാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ഇന്നും പലരുടെയും വിചാരമുണ്ട്, ഒരു കുഞ്ഞു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഏറ്റവും നല്ല ആശുപത്രിയിൽ ചെന്ന് തീർച്ചയായിട്ടും ആ കൊച്ചിന് ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ ആ കുഞ്ഞ് ജനിച്ചിരിക്കും. വെറും 30%. ബാക്കി ഒരു 30% ഉണ്ടല്ലോ, ആ കൊച്ചിന്റെ അമ്മയുടെ സ്നേഹം, അപ്പന്റെ സ്നേഹം ആ കൊച്ചിന്റെ സ്നേഹത്തിൽ പറയേണ്ടതാണ്. അങ്ങനെ 30, 60 പിന്നെ ബാക്കി ഒരു 40% എന്ന് പറയുന്നത് ആ കൊച്ചിന്റെ സ്പിരിച്വലാണ്. ആ കൊച്ചിന് കൃപ ലഭിക്കണം. ഈ അമ്മയോടൊന്ന് ചോദിച്ചു നോക്കിക്കേ, ഇത്രയും കാലമായിട്ട് ഈ അമ്മ ഈ കൊച്ചിന്റെ ഉദരത്തിലായിരിക്കുന്ന ഈ കൊച്ചു തിരിച്ചു ചോദിക്കുക, അമ്മയും എന്നോട് പറയുന്നല്ലോ കുരിശ് വരയ്ക്കുമ്പോൾ ഞാൻ ഉറങ്ങരുത്, എനിക്ക് ബൈബിൾ വായിക്കാൻ താല്പര്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. അമ്മയോട് ഈ കൊച്ചൊന്ന് തിരിച്ചു ചോദിക്കുകയാണ്, ഞാൻ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ എത്ര ദിവസം എനിക്ക് കുർബാന തന്നു? എത്ര ദിവസം അമ്മ കുമ്പസാരിച്ചു? എത്ര പ്രാവശ്യം അമ്മ ബൈബിൾ വായിച്ചു? അമ്മയോട് ജപമാലയെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ? ബാക്കിയുള്ള എല്ലാ ചെക്കപ്പുകൾക്കും പോയി. അതുകൊണ്ട് അറിവുണ്ടെന്ന് നടിക്കുന്ന നമ്മൾ അറിയേണ്ടത് അറിയുന്നില്ല. അതുകൊണ്ടാണ് അല്പനേരത്തെ അശ്രദ്ധ ഒരു തലമുറയുടെ വേദനയായി മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് പല കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾ ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചില മാതാപിതാക്കൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതങ്ങ് മരിച്ചു പോയിരുന്നേ മതിയായിരുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. 5ാം ക്ലാസ് പോയി ആകാത്തൊരു കൊച്ചു അമ്മയെ ചീത്ത വിളിക്കുകയാണ്. അപ്പനോട് ധിക്കാരമാണ്. അടിസ്ഥാനം എന്താണ് കിടക്കുന്നത്? ഞാൻ ജനിച്ചത് പാപത്തിലാണ്, എൻ്റെ ഉത്ഭവം തന്നെ തിന്മയിലാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ, നമ്മുടെ മലയാള സമൂഹത്തിൽ മറ്റു സമൂഹത്തിലൊക്കെ നിൽക്കുന്നതോടൊപ്പം തന്നെ ഇതൊരു മറുവശം കൂടി ഒന്ന് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു പക്ഷേ അല്പം കേടുപിടിച്ച ഒരു ജീവിത യാഥാർത്ഥ്യമാണെങ്കിൽ, ഇന്ന് ഞങ്ങളെയും ധ്യാനത്തിലൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ജൂസ്, അവര്
അവരുടെ ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ അവരെ പറ്റിയുള്ള പഠനങ്ങൾ ഇപ്പോൾ ധാരാളം വന്നിട്ടുണ്ട്. അതായത് ഡോക്ടർ കാൾ ജെയിൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ, ഡോക്ടർ സ്റ്റീഫൻ കാൾ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഒരു ഡോക്ടറാണ്. സ്റ്റീഫൻ കാൾ അദ്ദേഹം 8 വർഷം ഈ യഹൂദരെ പറ്റി ഒരു പഠനം നടത്തി. എന്തുകൊണ്ടാണ് ഈ യഹൂദര് ലോകത്തിൽ ഇത്രമാത്രം സ്മാർട്ടായിട്ട് നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ള ഒരു പഠനം അവർ നടത്തിയിട്ടുണ്ടായി. അപ്പോൾ ആ പഠനത്തിൽ അദ്ദേഹം കൊണ്ടുവന്നൊരു കാര്യമുണ്ട്. ഏകദേശം ഇന്ന് ലോകത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏതാണ്ട് 900ഓളം നോബൽ പ്രൈസുകളിൽ ഏകദേശം 103ഓളം നോബൽ പ്രൈസുകൾ നേടിയെടുത്തിരിക്കുന്നത് ജ്യൂസാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വൈ ജ്യൂസ് ബിക്കം സോ സ്മാർട്ട്? അതിന് അദ്ദേഹം കൊണ്ടുവന്ന 2 ശാസ്ത്രീയമായ നിഗമനങ്ങളാണ്. ഒന്ന്, ഈ യഹൂദന്റെ ദൈവവിശ്വാസവും ശാസ്ത്രബോധവും ഒന്നിപ്പിക്കാനുള്ള കഴിവ്, അതായത് ഫെയ്ത്തും റീസണും ഒന്നിപ്പിക്കാനുള്ള കഴിവ്. ഒന്ന്, ദൈവവിശ്വാസവും ശാസ്ത്രബോധവും ഒന്നിപ്പിക്കുന്നു. 2, അതായത് ഒരു സ്മാർട്ട് റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ്. ഇവരുടെ വിജയത്തിന്റെ പിന്നിൽ ഉള്ള 2 കാര്യമാണ് ഈ ഡോക്ടർ ഗവേഷണത്തിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് യഹൂദ കുട്ടികൾ ഒരു 15 വയസ്സായി കഴിയുമ്പോൾ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചാണ് ധ്യാനത്തിൽ, സാധാരണ ആവറേജ് കുട്ടിയാണെങ്കിൽ ഒരു ബൈബിളിന്റെ പഴയ നിയമത്തിന്റെ ഒരു 75% വചനം കാണാതെ പഠിച്ചിരിക്കും. ബ്രില്യൻ്റ് ആയ പിള്ളേർ 90, 95, 100 അടുത്ത് വരെയുള്ള വചനങ്ങൾ പഠിച്ചിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന നാളെ തൊട്ട് അതിനു മുൻപ് തന്നെ 121 സങ്കീർത്തനം ഈ കൊച്ചിന്റെ അമ്മ 1000 പ്രാവശ്യമെങ്കിലും ചൊല്ലിയിരിക്കും. ഞാൻ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി, എവിടെ നിന്ന് എനിക്ക് സഹായം ലഭിക്കും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് തന്നെ. ഇസ്രായേലിന്റെ പരിപാലനം മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. കർത്താവ് സകല തിന്മകളിൽ നിന്ന് കാത്തുകൊള്ളും. ഇനി ഒരു യഹൂദ പെൺകുട്ടി ലേബർ റൂമിൽ പ്രസവിക്കാനായിട്ട് പോകുന്ന അവസരത്തിൽ പോലും ഒരു കടലാസിലോ പേപ്പറിലോ എഴുതിയ ഈ 121 സങ്കീർത്തനം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ആ പെൺകുട്ടി ഇന്നും യഹൂദ പെൺകുട്ടി. ഇതാരൊക്കെയെന്നറിയാമോ? ഈ യഹൂദ പെൺകുട്ടികൾ ഡോക്ടേഴ്സാണ്, എഞ്ചിനീയേഴ്സാണ്. സമൂഹത്തിൽ ഏറ്റവും ഉന്നത നിലയിൽ കഴിയുന്ന ഈ പെൺകുട്ടികൾ ഇന്നും ചെയ്യുന്ന കാര്യമാണ്. അതായത് അവർ മാതൃത്വത്തിന് വില കൊടുക്കുന്നു. ദൈവം കൊടുത്ത വിലയാണ് മാതൃത്വം. എന്താണ്? ദൈവം തന്നെ പങ്കുവെച്ചതാണ് മനുഷ്യൻ. ദൈവം തന്നെ പങ്കുവയ്ക്കുന്നതാണ് മനുഷ്യൻ. ഒരു സ്ത്രീ തന്നെ പങ്കുവയ്ക്കുന്നതാണ് കുഞ്ഞ്. ആ അർത്ഥത്തിൽ ദൈവത്തിന്റെ മാതൃത്വത്തിന് പങ്കുചേരുന്നവരുടെ അമ്മ. അതുകൊണ്ട് മാതൃത്വത്തെ പറ്റിയുള്ള ഗർഭം ധരിക്കുക, പ്രസവിക്കുക, ഒരു കുഞ്ഞിനെ മുലയൂട്ടുക, കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ദൈവിക ദൗത്യമാണ്, ഡിവൈൻ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. അത് ഭാരമല്ല. യഹൂദർക്ക് ഇന്നും കാണാൻ സാധിക്കും 4, 5, 6 കുട്ടികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു യുവതിയെ സംബന്ധിച്ച്, അതായത് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലൂമിംഗ് ടൈമാണ്. എല്ലാവരും അവളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പ്രത്യേകമായി ഒത്തിരിയേറെ പരിഗണന കിട്ടുന്നതാണ്. 23 സങ്കീർത്തനം മുടങ്ങില്ല. ഇനി അവളുടെ ഭർത്താവ് നമ്മൾ കാണുന്നുണ്ട്, എല്ലാ ദിവസവും 20 സങ്കീർത്തനം മുടങ്ങാതെ ചൊല്ലും. അപ്പൊ ഈ തരത്തിൽ ദൈവവചനത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. അപ്പൊ ഇസ്രായേലിൽ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ ബൈബിൾ ക്ലാസ്സുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും മുൻനിരയിലൊക്കെ വന്നിരിക്കുന്നത് 8 മാസം 9 മാസം പ്രഗ്നന്റ് ആയ പെൺകുട്ടികളാണ്. ബൈബിൾ ക്ലാസ്സിന് വന്നിരിക്കുകയാണ്. അടുത്ത ദിവസം പ്രസവത്തിന് പോകാനാവുന്ന ഒരു പെൺകുട്ടി പോലും വന്നിരിക്കുന്നതാണ് വചനം പഠിക്കുക. എത്രമാത്രം പഠിക്കാൻ പറ്റുമോ അത്രയും അവർ പഠിക്കും. അതാണ് ദൈവവചനവും ശാസ്ത്രബോധവും കൂടി ഒരുമിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം കിട്ടും. ഉദരഫലം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം മനുഷ്യ കൊടുത്ത ദാനമാണ്. കർത്താവ് ഭവനം പണിയുന്നതിൽ പണിക്കാരി അധ്വാനം നിഷ്ഫലമാണ്. ഈ തരത്തിൽ അവർ കൊടുക്കുന്നത്. ഇന്ന് നമുക്കറിയാം, ലോകപ്രസിദ്ധമായ അതായത് കമ്പനികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് യഹൂദന്റെ പേരിലാണ് കിടക്കുന്നത്. നമുക്കറിയാനായിട്ട് സാധിക്കും. ഇന്ന് എഞ്ചിനീയറിംഗ് ഫീൽഡ്, അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ ഫീൽഡ്, അതുപോലെ സയൻസ്, ബിസിനസ്, ലോകത്തിന്റെ ബിസിനസിന്റെ 70% നിയന്ത്രിക്കുന്നത് യഹൂദനാണ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാൻ സാധിക്കുന്നത്, ഒരുപക്ഷെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന പല കമ്പനികളുടെ സാധനങ്ങൾ പക്ഷെ അത് യഹൂദന്റെ ആണെന്ന് പലർക്കും അറിയാവുന്നറിയില്ല. അപ്പൊ ഉദാഹരണത്തിന് കുട്ടികൾക്ക് ഒരുപക്ഷെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ബാസ്കിൻ റോബിൻസ് എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം ഉണ്ട്, അത് യഹൂദന്റെ ആണ്. ഡസ്റ്റിൻ ഡോണറ്റ്സ്, ഫേസ്ബുക്ക്, ഗൂഗിള്, ഓറക്കിള്, സ്റ്റാർബക്സ്, അല്ലെങ്കിൽ അതുപോലെ ഏറ്റവും നല്ല പെർഫ്യൂം എന്ന് വിശേഷിപ്പിക്കുന്ന CK, കാൽവിൻ ക്ലെയിൻ, ഡെല്ല്, ആസ്ബ്രോ, ഇങ്ങനെയുള്ള ലോകത്തിലെ പ്രസിദ്ധമായ കമ്പനികളൊക്കെ ഇന്ന് യഹൂദന്റെയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല കൃഷിശാസ്ത്രം അവൻ്റെതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഇന്ത്യയായിട്ട് നല്ലൊരു ബന്ധമുണ്ട് ഇസ്രായേലിന്. മൊസാദ് എന്ന് പറഞ്ഞ അവരുടെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി ഉണ്ട്. ലോകത്തിൽ എവിടെയെങ്കിലും അവർക്കെതിരായിട്ട് നീക്കം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇസ്രായേൽ തീവ്രവാദം അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. തീവ്രവാദികൾക്ക് അവിടെ കയറി പ്രവർത്തിക്കാൻ പറ്റില്ല.
അപ്പൊ അതുകൊണ്ട് ഈ ശാസ്ത്രബോധവും ദൈവവിശ്വാസവും ഒന്നിപ്പിക്കുന്ന ഒരു സമൂഹം, ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ്, ഇത് രണ്ടുമാണ് അവിടെ പിന്നിൽ നിൽക്കുന്നത്. ഇന്നും അമേരിക്കയിൽ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊച്ചുങ്ങൾക്ക് അവിടെ പഠിക്കാനായിട്ട് ഫീസ് ഇളവും അതുപോലെ ലോൺ കാര്യത്തിൽ ഇളവും കൊടുക്കുന്നുണ്ട് അമേരിക്കക്കാർ. ആർക്കെന്നറിയാവോ? യഹൂദർക്ക്, ജ്യൂസിന്. അത്രമാത്രം അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അപ്പൊ ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ദിവസവും ഈ ദൈവവചന ഒരു പെൺകുട്ടി ഗർഭിണിയാണ് നടന്നു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ അമ്മ ചെയ്യുന്ന മനോഹരമായ ഒരു കാര്യമുണ്ട്. പഴയ നിയമത്തിന്റെ ഹാർഡ് ബൗണ്ട് കോപ്പി മേടിച്ച് മനോഹരമായിട്ട് അലങ്കരിച്ച് ഈ കൊച്ചിന്, ഈ പെൺകുട്ടിക്ക് അമ്മ കൊണ്ട് കൊടുക്കുകയാണ്. എന്താ പറയുന്നത് അറിയാവോ? ടേക്ക് ഇറ്റ് ആൻഡ് ഈറ്റ് ഇറ്റ്. ഇതെടുക്കുക, ഭക്ഷിക്കുക. അങ്ങനെ അവരുടെ ജീവിതത്തിന്റെ ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള ഓരോ കോശത്തിലും ദൈവവചനത്തിന്റെ സ്വാധീനം ചെലുത്തി ജനിക്കുന്ന റെസ്പോൺസിബിൾ പാരന്റ്ഹുഡ് എന്ന് പറയുന്ന കത്തോലിക്കാ സഭയുടെ വലിയൊരു കോൺസെപ്റ്റാണ്. ഉത്തരവാദിത്തമുള്ള മാതൃത്വവും പിതൃത്വവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ടു പഠിക്കേണ്ട ജീവിക്കുന്ന മാതൃകകളാണ്. അതുകൊണ്ടാണ് ശാസ്ത്ര മേഖലയിൽ നോക്കിക്കോ, നോബൽ പ്രൈസിന്റെ മേഖലയിൽ നോക്കിക്കോ, ലോക ജനതയുടെ 0.2 മാത്രമേ അവരുള്ളൂ. അവർക്കാണ് ഇന്ന് ഈ 100-ലധികം നോബൽ സമ്മാനങ്ങൾ മേടിച്ചുകൊണ്ട് അവർ നിൽക്കുന്നത്. ഏതൊരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ, ബിസിനസിന്റെ മേഖലയിൽ, ഏത് എഞ്ചിനീയറിംഗിന്റെ മേഖലയിലും ബിസിനസിന്റെ മേഖലയിൽ നോക്കിയോ. അതുപോലെ തന്നെ അവിടുത്തെ സ്കൂൾ കുട്ടികൾക്കൊക്കെ അവർ അവസാനത്തെ പ്രോജക്റ്റിന് വൻ തുകയാണ് ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, നല്ലൊരു പ്രോജക്റ്റ്. അതുകൊണ്ട് ആ കുട്ടികളൊക്കെ കഴിവുള്ളവർക്ക് വളരാനുള്ള സകല സാധ്യതകൾ നിൽക്കുകയാണ്. അപ്പൊ അതാണ് അവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപഠിക്കേണ്ട മാർഗമാണ് ഈ ഒരു ക്രിസ്തീയ പാരമ്പര്യം. അതുകൊണ്ടാണ് ഈ വിജ്ഞാന പുസ്തകത്തിലൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ, അതായത് ദൈവഭക്തി ഇല്ലാത്ത മക്കൾ ജനിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് വചനം അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവരിൽ നിന്ന് ചില പഠിക്കാനുള്ള ചില നല്ല കാര്യങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഇവർ ഈ കുഞ്ഞുങ്ങൾ ഇത്ര സ്മാർട്ട് ആകുന്നത്? ഈ ഡോക്ടറുടെ പഠനം അനുസരിച്ച് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞ ശാസ്ത്രബോധവും ദൈവവിശ്വാസവും തമ്മിൽ ഒന്നിപ്പിക്കലാണ്. മറ്റൊന്ന് റെസ്പോൺസിബിൾ പാരന്റ്ഹുഡാണ്. അതിനെ കുറച്ചുകൂടി ആഴത്തിലേക്ക് പഠിച്ചാൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മക്കൾ ഇതുപോലെ ഈ കഴിവുള്ള, ഒന്നെങ്കിൽ അതീവ ബുദ്ധിശക്തിയുള്ള ശാസ്ത്രലോകത്തിൽ സംഭാവന ചെയ്യുന്ന സയന്റിസ്റ്റായിട്ട് മാറുന്നു, അല്ലെങ്കിൽ മതാത്മക മേഖലയിൽ ദൈവിക രഹസ്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നു. അതിന്റെ പിന്നിലുള്ള കാരണം അവർ പറയുന്നത്, ഒന്ന്, ഈ യഹൂദർക്ക് 2 പ്രത്യേകത ഉണ്ട് ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പം. ഒന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ദൈവം കൊടുത്ത ഒരു കൽപ്പനയുണ്ട്. ഒന്ന്, അവർ ഒരിക്കലും അന്യ മതസ്ഥരെ വിവാഹം കഴിക്കില്ല. മരിക്കേണ്ടി വന്നാലും അന്യ സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കില്ല. തോബിത്തിന്റെ പുസ്തകം 4:12. ഇന്നത്തെ നമ്മുടെ പുതുതലമുറ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നത്? അതുകൊണ്ടാണ് കത്തോലിക്ക സഭ അങ്ങനെ അന്യ സമുദായത്തിൽ വിവാഹം കഴിക്കുന്ന നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തതിന്റെ കാരണം ഇതാണ്. തോബിത്ത് 4:12. എല്ലാത്തരം അധാർമികതയിൽ നിന്നും നീ മാറി നിൽക്കണം. പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രമേ ജീവിത പങ്കാളിയെ സ്വീകരിക്കാവൂ. അമ്മയുടെ അപ്പന്റെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് മാത്രമേ, അതായത് ജീവിത പങ്കാളിയെ സ്വീകരിക്കാവൂ. ഇനി അന്യ ജനതയിൽ നിന്ന് വിവാഹം ചെയ്യരുത്. സന്താനങ്ങൾ വഴി നീ അനുഗ്രഹീതരാകണമെങ്കിൽ, സന്താനങ്ങൾ വഴി അനുഗ്രഹിക്കണമെങ്കിൽ, ഇനി ഉദാഹരണം പറയാണ്, അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഇവരൊക്കെ അവരുടെ സ്വന്തം ഗോത്രത്തിൽ നിന്നാണ് വിവാഹം കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത് കത്തോലിക്ക സഭയിൽ നിന്ന് മുറുകെ പിടിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളിത് പറയുമ്പോൾ ഇത് വർഗീയതയൊന്നുമല്ല. ഒരു 20 വർഷം അല്ലെങ്കിൽ 25 വർഷം ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഒരു കുടുംബത്തിൽ ജീവിക്കുന്നു. വി ബ്രീത്ത് അവർ കൾച്ചർ. നമ്മുടെ കൾച്ചർ നമ്മൾ ശ്വസിക്കുക. ഒരു കുഞ്ഞ് ജനിച്ച് വീഴുന്ന അവസരത്തിൽ തന്നെ ആ കൊച്ചിനെ മാമോദീസ മുക്കിയും സ്ഥലലേപനം കൊടുത്തും ഉപസാരം എന്ന ഉദാസ് ഈ തരത്തിൽ മതപരമായ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ വളർന്നു വന്നുകൊണ്ട് ഈ കുട്ടി ഒരു 20 അല്ല 25, 18, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ തലച്ചോറ് ഇറക്കുന്ന 18 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ്. സെൻട്രൽ കോർട്ടക്സ് ഉറക്കണമെങ്കിൽ 18 വയസ്സാകും. ആൺകൊച്ചിന്റെ 21 വയസ്സാണ്. അങ്ങനെ ഒരു ഏതായാലും 18 വയസ്സിന് മുമ്പ് കല്യാണം നമ്മുടെ സമൂഹത്തിൽ എടുത്ത് നടത്താറില്ല, ഗവൺമെന്റ് അംഗീകരിക്കാറില്ല. അപ്പൊ ഈ 10, 21, 22 വയസ്സായി ഈ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തിന്റെ തലച്ചോറിന്റെ വളർച്ച ഏകദേശം പൂർത്തിയായി കഴിഞ്ഞതാണ്. അങ്ങനെ ഈ 20, 25 ഒരു കാൽ നൂറ്റാണ്ടോളം ജീവിച്ച കാര്യത്തെ വിവാഹത്തിന് വേണ്ടി മതം മാറ്റം നടത്തുക. ഇനി അനുഭവങ്ങൾ എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? പലപ്പോഴും ഈ വിവാഹം എന്ന ഒറ്റ കാര്യത്തിന് വേണ്ടി മതം മാറ്റം നടത്തി കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം എന്ന് പറയുന്നു. അവിടെ പറയുകയാണ്, മക്കൾ അനുഗ്രഹീതരായി തീരുവാൻ. തോബിത്ത് 4:12. മക്കൾ അനുഗ്രഹീതരായി തീരണമെങ്കിൽ സ്വന്തം സമുദായത്തിൽ നിന്ന് അന്യമതത്തിൽ വിവാഹം. ആരോടും വിരോധം ഉണ്ടായത് കൊണ്ടല്ല. കാരണം ഒരു നമ്മുടെ പഠിച്ച ചില കാര്യങ്ങൾ, ശീലിച്ച ചില കാര്യങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് മാറ്റാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് സഭ ഇന്നും അതിനെ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്, പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം തന്നെ നമുക്ക് സാധിക്കും 8,000, 9,000-ഓളം കുട്ടികൾ ഇറങ്ങി ഓടിയ നാടായത്. പോയവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓം തോടിയാൽ വേലി വരെ എന്ന് പറഞ്ഞാൽ പോയവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്.
കല്യാണത്തിന് മുമ്പ് എല്ലാവരും പറയും നിനക്ക് കല്യാണം എല്ലാം കഴിഞ്ഞ് നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം. പക്ഷെ ഒരു കുടുംബത്തിൽ ഈ കുഞ്ഞിനെ ഏത് വിശ്വാസം കൊടുത്ത് വളർത്തും? ഏത് മേഖലയിൽ വളർത്തും? വേറെ ചോദിക്കും നിങ്ങൾക്ക് വിശ്വാസം കൊടുക്കാൻ എന്താണെന്ന്. വല്ലവരെ പറ്റിയൊക്കെ പറയാനായിട്ട് എളുപ്പമാണ്. സ്വന്തം കുടുംബത്തിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഒരു കുടുംബത്തിൽ ഒരുമിച്ചൊക്കെ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് എഴുതുന്നവർക്ക് പറയാം, സാംസ്കാരിക നായർക്കൊക്കെ പറയാം. പക്ഷെ അവരുടെ സ്വന്തം കുടുംബത്തിൽ അങ്ങനെ ആയിരിക്കുകയില്ല. അതുകൊണ്ടാണ് യഹൂദർ അന്നും ഇന്നും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവരൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പം 7 കാര്യങ്ങളാണ് അവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ക്രൈസ്തവ പാരമ്പര്യം അത് തന്നെയാണ്. അതിന്റെ പിന്തുടർച്ചയാണ് കാര്യം. 7 പൊരുത്തങ്ങൾ എന്ന് പറയും. ഒരു വിവാഹത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ 7 പൊരുത്തങ്ങൾ. 7 എന്ന് പറഞ്ഞാൽ സപ്തം പൂർണ്ണം എന്നുള്ളതാണ്. 7 ദൈവത്തിന്റെ നമ്പരാണ്. അതുകൊണ്ട് സപ്തം പൂർണ്ണം എന്ന് പറയും. അപ്പൊ 7 പൊരുത്തം എന്ന് പറയാം. 1 പ്രായപ്പൊരുത്തം, A for ഏജ് അല്ലെങ്കിൽ പ്രായപ്പൊരുത്തം. അതായത് ഒരു പെൺകുട്ടിയെക്കാൾ ഒരു 2 വയസ്സിലെ 3 വയസ്സ് ഒരു പുരുഷന് കൂടുതലായിരിക്കും. ഒത്തിരി പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ സമ്മതിക്കത്തില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ തന്നെ 30 വയസ്സും 32 വയസ്സും കഴിഞ്ഞല്ല കല്യാണാലോചന നടത്തുന്നത്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് 20 അല്ല 21 അല്ല 22 വയസ്സുള്ള അവൾ കല്യാണം നടന്നിരിക്കും. 23 വയസ്സുള്ളിൽ. ആൺപിള്ളേർ 25 വയസ്സുള്ളിൽ കല്യാണം കഴിഞ്ഞിരിക്കും. കാരണം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യൗവനത്തിൽ ജനിക്കുന്ന മക്കള് അസ്ത്രം പോലെയാണെന്ന്. ആയുധധാരിയുടെ കയ്യിലിരിക്കുന്ന അസ്ത്രം പോലെയാണ് ചെറുപ്പത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ. ശാസ്ത്രീയ പിൻബലം ഉണ്ടായിരുന്നു. കാരണം ഒരു പെൺകുട്ടിക്ക് ഏറ്റവും നല്ല കുഞ്ഞുങ്ങൾ ജനിക്കാൻ സാധ്യതയുള്ളത് അവരുടെ 20s ഏറ്റവും നല്ല ഓവൻ ലഭിക്കുന്നത്. ശാസ്ത്രീയ പിൻബലമാണ്, വചനമുണ്ടത്. യൗവനത്തിൽ ജനിക്കുന്ന മക്കള്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇന്ന് പല ക്രൈസ്തവ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് 30 വയസ്സ് കഴിഞ്ഞ് കല്യാണം ആലോചിക്കാൻ ശ്രമിക്കും. 31 അല്ലെ 32ാമത്തെ വയസ്സ് കല്യാണം നടന്നിരിക്കും. ഒരു 35 വയസ്സാകുമ്പോഴത്തേക്ക് കൂടി വന്ന് 2 കുട്ടികൾ. ആ തലമുറയിൽ തന്നെ 35, 70 വയസ്സായി കഴിയുമ്പോൾ 2 തലമുറ വന്നു കഴിയുമ്പോൾ 4 പിള്ളേർ വരികയാണ്. എന്നാൽ നമ്മൾ മറ്റു ചില രീതികളും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കാണുന്നുണ്ട്. അവിടെ എന്താണ് 19 അല്ല 20 വയസ്സ് കല്യാണം കഴിയും. 20 വയസ്സ് 30 വയസ്സാകുമ്പോഴത്തേക്ക് 4 കുട്ടികളായി കഴിഞ്ഞു. 30, 60 വയസ്സാകുമ്പോൾ 4, 8 കുട്ടികൾ അവിടെ ജനിക്കുന്നു. 30, 60 ഇനി 90 വയസ്സായി എടുക്കുമ്പോൾ 3 തലമുറ നോക്കി കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് അവിടെ 12 കുട്ടികൾ ജനിക്കുമ്പം ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് 2 × 2 4, 3-ൽ 1 ചുരുങ്ങുക. യെരമ്യാ പ്രവാചന പുസ്തകം 29:6 പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കുവിൻ, നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുവിൻ, നിങ്ങൾ വർദ്ധിച്ചു പെരുകണം. മക്കൾക്ക് വിവാഹ അവസരത്തിൽ എഴുതി കൊടുക്കാവുന്ന ഒരു വചനമാണ്, ലാമിനേറ്റ് ചെയ്ത് അവർക്ക് എഴുതി കൊടുക്കാവുന്ന വചനമാണ് യെരമ്യാ പ്രവാചന പുസ്തകം 29:6. നിങ്ങൾ വിവാഹം കഴിക്കുവിൻ, നിങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിക്കുവിൻ, നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ വർദ്ധിച്ചു പെരുകണം, നിങ്ങളുടെ ഇടയിൽ കുറവുണ്ടാകരുത് എന്നുള്ള ദൈവത്തിന്റെ വചനമാണ്. അതാണ് അവർ ചെയ്യുന്നത്. 1 പ്രായപ്പൊരുത്തം നോക്കും. 2 ശരീര സൗന്ദര്യപ്പൊരുത്തം, ബി ഫോർ ബ്യൂട്ടി ബോഡി എന്ന് പറയും. മരവറിഞ്ഞ് കൊടിയിടാവും. 2ഉം ഒരുപോലെ ഇരിക്കണമെന്നോ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ ഇരിക്കണമെന്നൊന്നുമില്ല. എങ്കിൽ തന്നെയും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാളെ ആരെങ്കിലും പറയരുത്, തട്ടിക്കൊണ്ട് വന്നാന്ന് പറയരുത്. അതുകൊണ്ടാണ് ശരീര സൗന്ദര്യപ്പൊരുത്തം എന്ന് പറയും. അതുകൊണ്ട് എല്ലാവരും ഒരേ രീതിയിലായിരിക്കണം എന്നുള്ളതല്ല. 3ാമത്തെ നമ്മുടെ സ്വഭാവപ്പൊരുത്തമാണ്. A+ കിട്ടേണ്ട 3ാമത്തെ പൊരുത്തം സ്വഭാവപ്പൊരുത്തമാണ്. അന്യ നാട്ടിൽ പഠിക്കുന്നു, അന്യ സ്ഥലത്ത് ചോദിക്കുന്നു, എന്തറിഞ്ഞിട്ടാണ്? നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ പോലും ഈ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവമാണ്. അത് നമ്മൾ പറഞ്ഞ പാത്രഗുണം 12, വിത്ത് ഗുണം 10. അപ്പൻ്റെ അമ്മയുടെ സ്വഭാവമാണ് തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഒരു സ്വഭാവം അറിയാതെ നല്ല ജോലിയുള്ള ഒരു ചെറുക്കനാണ് പെണ്ണാണെന്ന് പറഞ്ഞ് വിവാഹത്തിലേക്ക് പോകുമ്പം ഗൾഫിലാണ്, അമേരിക്കയിലാണ്, യൂറോപ്പിലാണെന്ന് പറഞ്ഞ് എടുത്ത് ചാടുമ്പം തിങ്ക് ടോയ്സ് ആൻഡ് ബി വൈസ്. തിങ്ക് ടോയ്സ്. ആശാരിമാരെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മെഷർ ടോയ്സ് ബിഫോർ യു കട്ട് വൺസ്. ആശാരി ഒരു തടിയെടുത്ത് മുറിക്കുന്നതിന് മുമ്പ് 1 അല്ല 2 പ്രാവശ്യം അളക്കും. അതുപോലെ തന്നെ തയ്യൽക്കാരും തന്നെയാണ്. നല്ല തുണി മേടിച്ചിട്ട് വെറുതെ ഒരളവ് അളന്നിട്ടില്ല, 1 അല്ല 2 പ്രാവശ്യം ഒന്നുകൂടി അവർ വെരിഫൈ ചെയ്യും. മെഷർ ടോയ്സ് ബിഫോർ യു കട്ട് വൺസ്. അങ്ങനെ ആണ് അവരവിടെ സ്വഭാവത്തിൽ പ്രത്യേകത. 4ാമത്തെ എന്ന് പറയുന്നത് അവരെ ശ്രദ്ധിക്കുന്നത് ഡി എന്ന് പറയും. ഡി എന്ന് പറഞ്ഞാൽ ഡവറി അല്ലെങ്കിൽ മറ്റു കാര്യമുണ്ട്. മറ്റൊന്നുമില്ല, ഒരു സാമ്പത്തിക പൊരുത്തമാണ്. അത് ഇത്ര രൂപ കിട്ടണമെന്നോ ഇത്ര രൂപ കൊടുക്കണമെന്നോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അന്നന്ന് വേണ്ടി ആഹാരത്തിന് വേണ്ടി അന്യന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കാൻ ഇടവരരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾ മാത്രം ജോലി ചെയ്താൽ ജീവിച്ചു പോകാവുന്ന ഒരു സാഹചര്യവുമല്ല. അതുകൊണ്ടാണ് ഈ ചെറുക്കന് എന്തെങ്കിലും ജോലിയുണ്ടോ, എന്തെങ്കിലും പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ചെറുപ്പക്കാരെ വേദനിക്കുന്ന കാര്യമാണ്. അവനോട് ചോദിക്കുക, നിനക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ, അപ്പന് വീടുണ്ട്, അപ്പന്റെ പേരിൽ സ്ഥലമുണ്ട്, നിനക്കെന്ത് ജോലി ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നന്ന് വേണ്ടി ആഹാരത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് തയ്യാറാകാത്ത ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു കുടുംബത്തിലേക്ക് പ്രവേശിക്കുമ്പം അതാണ് ഈ സാമ്പത്തിക പൊരുത്തം. 5ാമത്തെ എന്ന് പറയുന്ന വിദ്യാഭ്യാസ പൊരുത്തം, ഈ എന്ന് പറയും വിദ്യാഭ്യാസ പൊരുത്തമാണ്. അതുകൊണ്ട് 2 പേർക്ക് ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടാകണമെന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. കാരണം എഡ്യൂക്കേഷൻ മാറ്റേഴ്സ്.
പലപ്പോഴും സംഭവിക്കുന്നതാണ്. വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടും വിദ്യാഭ്യാസത്തോടൊപ്പം വിവരം കൂടിയാണ്. അല്ലാതെ വെറുതെ ഒരു ഡിഗ്രി പാസ്സായത് മാത്രമല്ല. ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിൽ തന്നെ വിലയില്ല. അത് ഇറ്റ് ഇസ് ഓൺലി എ ഷീറ്റ് ഓഫ് പേപ്പർ. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്കറിയാൻ സാധിക്കും യൂണിവേഴ്സിറ്റിയിൽ മാത്രം പോകണമെന്നല്ല അറിവ് നേടുന്നത്. അതുകൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ പൊരുത്തം എന്ന് പറയുന്നത്. കാര്യങ്ങൾ പറഞ്ഞാൽ തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടം. ഒരു പൊതുസ്ഥലത്ത് പെരുമാറേണ്ട രീതികൾ, ചില ആചാര മര്യാദകൾ, മറ്റൊരു വ്യക്തിയോട് മാന്യമായിട്ട് ഇടപെടാൻ സാധിക്കുന്ന ഒരു വിദ്യാഭ്യാസ പൊരുത്തം. അതാണ് ഈ. അടുത്ത ആറാമത്തെ എന്ന് പറയുന്നത് ഫാമിലിയാണ്, കുടുംബ പൊരുത്തം. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിയാണ്. അല്ലാതെ 25 വർഷം വയസ്സ് വരെ ജീവിച്ച ഒരു കുടുംബത്തിൽ നിന്ന് ആ പെൺകുട്ടി അല്ലെങ്കിൽ അപ്പനെ അല്ലെങ്കിൽ ആൺകുട്ടി അവരുടെ മാതാപിതാക്കളെയും സമുദായക്കാരെയും എല്ലാം വേദനിപ്പിച്ചിട്ട് നൊമ്പരപ്പെട്ടിട്ട് ഇറങ്ങി ഓടുന്നതല്ല. പ്രണയം മരണമല്ല. പ്രണയം ഒരുമിച്ചുള്ള എടുത്തിയാട്ടമല്ല. നമുക്ക് രണ്ടുപേർക്കും പോയി മരിക്കാമെന്ന് പറയുന്നതല്ല. പ്രാണനെ പ്രാണനോട് ചേർത്ത് വയ്ക്കുന്നതാണ്. അതുകൊണ്ടാണ് കുടുംബപ്പൊരുത്തം എന്ന് പറയുന്നത്. ബന്ധുബലം നോക്കണം, കുടുംബപ്പൊരുത്തം നോക്കണം എന്ന് പറയുന്നത് അവർ ഇന്നും ചെയ്യുന്നൊരു കാര്യം ഇതാണ്. ഏഴാമത്തെ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട് കൊടുക്കുന്ന ഒരു പ്രാധാന്യമാണ് ഗോഡ് ഫിയറിംഗ് ആണ്, ദൈവവിശ്വാസം. ദൈവവിശ്വാസമില്ലാത്ത ഒരു യുവാവിനെ യുവതിയും അവർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ അസ്വസ്ഥതകൾ, തൻ്റെ ജീവിത പങ്കാളിയോട് മാന്യമായ രീതിയിലല്ല പെരുമാറി നടന്നു കഴിയുമ്പോൾ ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്നൊരു ക്രൈസ്തവനാണെങ്കിൽ, ഒരു കത്തോലിക്കനാണെങ്കിൽ ദൈവതിരുസന്നിധിയിൽ കടന്നു വന്ന കർത്താവേ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ചെയ്ത് ശരിയായില്ല, എൻ്റെ ജീവിത പങ്കാളി ഞാൻ ബഹുമാനിക്കണം, ആദരിക്കുന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന ഞാൻ ലംഘിച്ചല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ദൈവവിശ്വാസം. അപ്പോൾ അവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 7 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. എ ഫോർ ഏജ്, ബി ഫോർ ബ്യൂട്ടി ബോഡി, സി ഫോർ ക്യാരക്ടർ, ഡി ഫോർ ഡവറി അല്ലെങ്കിൽ സാമ്പത്തിക പൊരുത്തം, ഇ ഫോർ എഡ്യൂക്കേഷൻ, എഫ് ഫോർ ഫാമിലി, ജി ഫോർ ഗോഡ് ഫിയറിംഗ്, ദൈവവിശ്വാസം. സ്വന്തം ഗോത്രത്തിൽ നിന്ന് മാത്രമേ, സ്വന്തം സമുദായത്തിൽ നിന്ന് മാത്രമേ ജീവിത പങ്കാളിയെ സ്വീകരിക്കാവൂ. ഈ ദൈവകൽപ്പനയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ടെന്നുള്ളതും ഇന്നൊരു ശാസ്ത്രീയ പിൻബലമുണ്ടെന്നുള്ളതും സത്യമാണ്. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മാതാപിതാക്കൾ പ്രായം നോക്കുന്നുണ്ട്, ഈ തരത്തിലുള്ള വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രണ്ടാമതായിട്ട് അവർ നോക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബർത്ത് ബൈ ചാൻസ് ആൻഡ് ബർത്ത് ബൈ ചോയ്സ് എന്ന് പറയും. ബർത്ത് ബൈ ചാൻസ് ആയിട്ട് ഒരു കുഞ്ഞും ജനിക്കാൻ പാടില്ല. അതായത് മനുഷ്യന്റെ ഹൃദയത്തിൽ ജനിക്കണം, ഒരുങ്ങണം, തയ്യാറാകണം, പ്രാർത്ഥിക്കണം. നമ്മൾ കാണുന്ന സ്നാപക യോഹന്നാന്റെ ജനനം, സക്കറിയ നമ്മൾ കാണുന്നുണ്ട്, ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഒരാഴ്ച അവിടെ നിന്ന് പ്രാർത്ഥിക്കുക ധ്യാനത്തിന് പോകുന്ന പോലെ പോയിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ദൈവിക വെളിപാട് കിട്ടുന്നത്. അതിനുശേഷം ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു. ഈ മനുഷ്യൻ വീട്ടിൽ ചെന്ന ശേഷം നമ്മൾ കാണുന്ന വെളിപാടുകളെല്ലാം കിട്ടിയ ശേഷം അതിനുശേഷമാണ് ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പശ്ചാത്തലത്തിലാണ് സ്നാപക യോഹന്നാൻ ജനിക്കുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൽ ഇത്രയും നല്ലൊരു വ്യക്തിയില്ല എന്നാണ് സ്നാപക യോഹന്നാനെ പറ്റി നമ്മൾ ഈശോ തന്നെ പറയും, നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവൽ ഇത്രയും നല്ല ഒരുത്തനില്ല എന്ന് പറയാണ്. സ്നാപകന്റെ അപ്പൻ നീതിനിഷ്ഠയുള്ളതായിരുന്നു. അതാണ് നമ്മൾ തിരുക്കുടുംബത്തെ പറ്റി, മനുഷ്യാവതാരത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണല്ലോ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. എങ്ങനെയാ ഹോളി ഫാമിലി ഉണ്ടായത്? കാണുന്നു, നീതിമാനായ യൗസേപ്പിന്റെ ഹൃദയത്തിലും കൃപാപൂരിതയായ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിലും ഉണ്ണിയേശു ജനിച്ചു. ഹോളി ഫാമിലി. അതുകൊണ്ട് ഇന്ന് കുടുംബം തിരുക്കുടുംബമായി മാറണമെങ്കിൽ നീതിമാനായ അപ്പനും കൃപാപൂരിതയായ അമ്മയുടെ ചേരുമ്പോഴാണ് ഹോളി ഫാമിലി ഉണ്ടാകുക. ഈ മനുഷ്യാവതാരത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിൽ ഈ കാലഘട്ടത്തിൽ കുടുംബത്തെക്കുറിച്ചുള്ള സ്മാർട്ട് ഹോളി ഫാമിലി ആക്കി മാറ്റാൻ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ യഹൂദരുടെ കുടുംബം ഇതുപോലെ അവർ ശാസ്ത്രമേഖലയിൽ ഉയർന്നതിന്റെ കാരണം, വിശ്വാസമേഖല അവർ ഉയർന്നതിന്റെ കാരണം, അവരുടെ മക്കൾക്ക് നല്ല അതിബുദ്ധിയുള്ള മനുഷ്യരായിട്ട് ദൈവവിശ്വാസമുള്ളവരായിട്ട് തീരുന്നതിന്റെ കാരണം റെസ്പോൺസിബിൾ പേരന്റ്ഹുഡ് ആണെന്ന്. ബർത്ത് ബൈ ചാൻസ് അല്ല, ബർത്ത് ബൈ ചോയ്സ് ആണ്. ഈ ബർത്ത് ബൈ ചോയ്സ് എന്ന് പറഞ്ഞാൽ അല്പം കൂടെ വിശദീകരിക്കേണ്ടതുണ്ട്. കാരണം അവർ ചെയ്ത മനോഹരമായ ചില ആചാര ദൈവവചനവുമായി ബന്ധപ്പെടുത്തി അവർ ചെയ്യുന്ന ചില രീതികൾ ഇന്നും നമ്മുടെ മനസ്സിന് ഒത്തിരി പ്രേരണ കിട്ടുന്നതാണ്. ലോകത്തിലുള്ള ഒരുപാട് ഈ ഫാമിലിയെ പറ്റിയൊക്കെ പഠിക്കുന്നവരൊക്കെ യഹൂദരുടെ കുടുംബ ജീവിതത്തെ പറ്റി പഠിക്കാറുണ്ട്, റിസർച്ച് നടത്താറുണ്ട്. കാരണം ഇന്നും അവരുടെ ഇടയിൽ വളരെ ആദരണീയമായിട്ട് ജന്മം കൊടുക്കാവുന്ന അപ്പനും അമ്മയ്ക്കും അത്രമാത്രം ബഹുമാനവും ആദരവോടും കൂടി അവർക്കൊരു കുഞ്ഞ് ഇന്നും അവിടെ ജനിക്കുന്നത്. അവർ ഒരിക്കലും ഒരു ഗേറ്റ് തകർത്ത ഒരു ഗേറ്റ് ക്രാഷറായിട്ട് ഒരു കൊച്ചും അവിടെ ജനിക്കുന്നില്ല. സാധാരണ രീതിയിൽ അവർ ഇതുപോലെ, അതായത് ഒരുങ്ങി തയ്യാറായി ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ ആദ്യത്തെ 3-4 മാസങ്ങൾക്ക് ശേഷം അവർ വ്യക്തമായ രീതിയിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറാവുകയാണ്. അവിടെ ഒരുക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശാസ്ത്രീയമായ രീതിയിലാണ് അവർ സാധാരണയായിട്ട് ചെയ്യുന്നത്. ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അതിന് ശാരീരികമായൊരു ഒരുക്കമുണ്ട്, മാനസികമായ അല്ലെങ്കിൽ വൈകാരികമായ ഒരുക്കമുണ്ട്, 3 ആത്മീയമായ ഒരുക്കമുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് അവരുടെ ശാരീരിക ഒരുക്കമാണ്. ശാരീരിക ഒരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സയന്റിഫിക് ആണ്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ ആൾക്കാർ. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് കൃഷിശാസ്ത്രത്തിന് തന്നെയാണ്. കൃഷിശാസ്ത്രത്തിൽ നമ്മൾ അറിയാൻ സാധിക്കും, നമ്മുടെ മണ്ണ്
കൊത്തി ഇളക്കി അല്ലെങ്കിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന അവസരത്തിൽ ഈ വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിതലരിക്കാതിരിക്കാൻ, കീടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്ന പറഞ്ഞ പോലെ തന്നെ ഇവർ ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ആ യുവതിയെ അതിനു മുമ്പ് തന്നെ അവർ ഒരുക്കുകയാണ്. ഒരു 3 മാസം, ഏറ്റവും കുറഞ്ഞ 3 മാസത്തെയെങ്കിലും ഒരുക്കമുണ്ട്. അതായത് ഫോളിക് ആസിഡ്, വൈറ്റമിൻ B9 ഈ കുട്ടിക്ക് കൊടുത്തിട്ട് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സ്പൈൻ ഡെവലപ്മെന്റ്, എംബ്രിയോണിക് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് അവർ അതായത് ഫോളിക് ആസിഡ്, അയൺ ടാബ്ലറ്റ്സ് കൊടുത്ത് ഈ പെൺകുട്ടിയെ ഒരുക്കുകയാണ്. അതുപോലെ തന്നെ ഹോർമോൺ ചെക്കിങ്, അതായത് ബ്ലഡ് ടെസ്റ്റ് നടത്തി ഹോർമോൺ ബാലൻസ്, പ്രത്യേക തൈറോയ്ഡ് ബാലൻസ് ഉണ്ടോ എന്ന് അവർ ആദ്യമായിട്ട് ശ്രദ്ധിക്കും. രക്തശുദ്ധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി രക്തപരിശോധന നടത്തുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ദന്തിസ്റ്റിനെ കണ്ടിട്ട് പല്ലിന്റെ ക്ലീൻ ചെയ്യുകയാണ്. അതുപോലെ വയറ് സംബന്ധമായ എന്തെങ്കിലും ടോക്സിൻസ് ഉണ്ടെങ്കിൽ വയർ ക്ലീൻ ചെയ്യുകയാണ്. അടിസ്ഥാനപരമായിട്ട് ഒരു ബോഡി പ്യൂരിഫിക്കേഷൻ എന്ന് പറയും. ഇങ്ങനെ ഒരു ഒരുക്കം നടക്കാൻ പോകണം. ഒരു കൊച്ചു ജനിച്ചിട്ടില്ല, ആ കൊച്ചിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇപ്പം അടുത്ത കാലത്ത് നമ്മുടെ ആരോഗ്യ വകുപ്പ് ഒരു പരസ്യം, നിങ്ങളൊക്കെ ഒരുപക്ഷെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടോ, പലപ്പോഴും വരുന്നുണ്ട്, ഇല്ലെങ്കിലും ശ്രദ്ധിക്കുന്ന നല്ലതാണ്. നമ്മുടെ നാട്ടിലേക്ക് ഈ ലെവലിലേക്ക് ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞ ആൾക്കാർ, അതിനകത്ത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു പരസ്യമാണ്. കുറേ റോസച്ചെടികൾ ഇങ്ങനെ നിൽക്കുകയാണ്, നന്നായിട്ട് പൂവ് ആയി നിൽക്കുന്ന റോസച്ചെടികളാണ്. ആ റോസച്ചെടിയുടെ അടുത്തേക്ക് ഒരമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ റോസച്ചെടികളൊക്കെ എങ്ങനെയാണ് ഉണ്ടായെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന് കൃത്യസമയത്ത് വളമിട്ട് കൊടുത്തു, വെള്ളം ഒഴിച്ചു കൊടുത്തു, കീടങ്ങളിൽ നിന്നെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ചു. അതിനുശേഷം ഇത് പറഞ്ഞിട്ട് പറയുക, ഇത്രയും നല്ല പൂക്കൾ ഉണ്ടാകണമെങ്കിൽ വളമിട്ട് കൊടുക്കണം, കീടങ്ങളെ അകറ്റണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം, കൃത്യസമയത്ത് പരിചരിക്കണം. ഇതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജനിക്കണമെന്നുണ്ടെങ്കിൽ, ഹെൽത്തിയായ കുഞ്ഞ് ജനിക്കണമെങ്കിൽ അമ്മയും ഹെൽത്തി ആയിരിക്കണം, അപ്പനും ഹെൽത്തി ആയിരിക്കണം, ഒരുങ്ങണമെന്ന് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന്റെ പരസ്യമാണ്. നമ്മളൊക്കെ വളർന്നു കഴിഞ്ഞു ഈ മേഖലയിലേക്ക്. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ചില മനുഷ്യരുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ എൻ്റെ എല്ലാം കാര്യങ്ങൾ തന്നെ. ഇവരിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പുള്ള ഒരുക്കം ഈ തരത്തിലേക്ക് ഇറക്കിയാണ്. ഇനി അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി, അതായത് സങ്കീർത്തനം 1, 2, 3, 4, 5, 20, 21, 22, 23, 90, 91, 92, 90 ദിവസം ഈ സങ്കീർത്തനം അത് കാണാതെ പഠിക്കാൻ പറ്റുന്നത്, കാണാതെ പഠിക്കുന്നു, ദിവസവും ഇത് വായിക്കുക. ഇനി ഇവരുടെ വീടിനുള്ളിൽ ഓഡിയോ ബൈബിള് സെറ്റ് ചെയ്തിരിക്കും. അടുക്കളയിൽ എപ്പോൾ നോക്കിയാലും സങ്കീർത്തനങ്ങൾ, വിജ്ഞാന പുസ്തകം, പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടുംബത്തിൽ തന്നെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഒന്ന് ശരീര ഒരുക്കമാണ് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് അവർ നടത്തുന്ന ഒരു വൈകാരികമായിട്ടുള്ള നാഡീശുദ്ധി എന്നൊക്കെ ആയുർവേദത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ഈ ബ്രാഹ്മണര്, പട്ടര്, പോറ്റിമാര് ഇവരുടെ ഇടയിൽ ഇതേ രീതിയിലുള്ള പ്രാക്ടീസുകളുണ്ട്. ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഏറ്റവും കുറഞ്ഞത് 25 അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 30 ദിവസം അല്ലെങ്കിൽ 45 ദിവസം. എന്തുകൊണ്ടാണ് ഈ 40 ദിവസം എടുക്കുന്നത്? നമ്മളിപ്പോൾ കാണാറുണ്ട്, വൃശ്ചികം 1 തൊട്ട് മാലയിട്ട് കഴിഞ്ഞ് ഒത്തിരി പേര് അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. 40 ദിവസത്തെ വ്രതം എടുത്തിട്ടാണ് പോകുന്നത്. നമുക്ക് 40 ദിവസത്തെ നോയമ്പുണ്ട്, അല്ലെങ്കിൽ 25 നോയമ്പുണ്ട്. ഈ നോയമ്പിൻ്റെയൊക്കെ പിന്നിൽ ഒരു ശാസ്ത്രീയതയുണ്ട്. നമ്മൾ പറയും 40 ദിവസം. ഈ 40 ദിവസം എന്ന് പറഞ്ഞാൽ അതായത് ജീൻ എഡിറ്റിംഗ് എന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ നിരന്തരമായിട്ട് ചിന്തിക്കുകയും വികാരം കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ, ഒരു ദിവസമല്ല, നിരന്തരമായിട്ട് ഒരു 30 ദിവസം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 45 ദിവസം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീനിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട് കഴിയും. ചൊട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയുന്ന പോലെ തന്നെ, ഉദാഹരണത്തിന് അതിരാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരു ശീലം നിരന്തരമായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു അലാവും വേണ്ട, കൃത്യസമയത്ത് എഴുന്നേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, വചനം പറയുന്നുണ്ട്, പുലർകാല വെളിച്ചത്തിൽ സൂര്യോദയത്തിനും പുലരണമെന്ന്. വിജ്ഞാന പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളെ ഈ പഠിപ്പിക്കാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ്, കാരണം ഈ അതിരാവിലെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ സിസ്റ്റം, നമ്മുടെ ഹോർമോൺ സിസ്റ്റം എല്ലാം ഏറ്റവും ആക്ടിവേറ്റ് ആയിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് വചനത്തെ നമ്മൾ കാണുന്നുണ്ട്, പുലരിക്ക് മുമ്പേ നിനക്ക് ഞാൻ ജന്മം നൽകി. ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള സമയം പ്രഭാതത്തിൽ സമയമാണെന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. എത്രയോ വലിയ ശാസ്ത്രീയ സത്യമാണ് ദൈവവചനത്തോട് നമുക്ക് വെളിപ്പെടും. പുലരിക്ക് മുമ്പേ ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ ഹൈന്ദവ സഹോദരങ്ങൾ പറയുന്നത് പോലെ അതാണ് ഏറ്റവും നല്ല ശരീരം. നമ്മുടെ ഓക്സിജൻ ലെവൽ 100% നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ തലച്ചോറ് ഫുള്ളി ആക്ടിവേറ്റഡ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. വചനം അതാ പറയുന്നത്, അതിരാവിലെ എഴുന്നേറ്റ് പ്രഭാതത്തിലുണ്ടെന്ന് അവിടുത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കണം എന്ന് വചനം പറയുന്നതിന് കാരണം അതാണ്. അപ്പോൾ ഈ ദൈവവചനം ഒന്നും വെറുതെ ഒരു വെളിവില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ദൈവം നൽകിയ വെളിപാടാണ്, ശാസ്ത്രീയ സത്യങ്ങളാണ്. അതുകൊണ്ടാണ് ഒരു കാര്യം നിരന്തരമായിട്ട് ഒരു 30 ദിവസം അല്ലെങ്കിൽ 45 ദിവസം നമ്മൾ നിരന്തരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീനിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അത് എക്സസൈസ് ആകട്ടെ, ഭക്ഷണ രീതികളാകട്ടെ. അതുകൊണ്ടാണ് ഇവരൊരു 35, ഏറ്റവും കുറഞ്ഞത് ഒരു
ഒരു സമയം 28 ദിവസം അല്ലെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ 45 ദിവസം ഇവർ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരുങ്ങുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ രീതികളിൽ വ്യത്യാസമുണ്ട്, ശരീരശുദ്ധിയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒന്ന് ശരീരശുദ്ധി വരുത്തിക്കണം, അത് വെറും 30% ആയിട്ടുള്ളൂ. ഇനി അടുത്ത 30% നാഡീശുദ്ധിയാണ്, വൈകാരിക ശുദ്ധീകരണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ വ്യക്തിയിൽ പഞ്ചവിഷങ്ങൾ കയറാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരിലും കയറാം പഞ്ചവിഷങ്ങൾ. തമ്മിൽ ഒന്ന് ആങ്കർ, അരിശം. അരിശം കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ധ്യാനത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ കോർട്ടിസോളിന്റെ അളവ് കൂടും, അതോടൊപ്പം നമ്മുടെ അഡ്രീനാലിന്റെ അളവ് കൂടും, നമ്മുടെ ഹോർമോൺ സിസ്റ്റം തന്നെ തെറ്റിക്കും. അരിശം എന്ന് പറഞ്ഞാൽ അരിശമുള്ള വ്യക്തിയുടെ ഉമിനീരെടുത്ത് പരിശോധിച്ചാൽ അതിൽ പോലും ടോക്സിൻ ഉണ്ടെന്നാണ് പറയുക. നമ്മുടെ സമനില തെറ്റിക്കും, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് അരിശം മാറ്റിയെടുക്കണം, അതൊരു വിഷമാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് പേടിയാണ്. അത് ഗർഭിണിയായ പെൺകുട്ടിക്ക് ഒരു കാരണവശാലും പേടി ഉണ്ടാവാനായിട്ട് പാടില്ല. കാരണം അത് പേടിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ളിടത്ത് ഭയം ഇല്ല. 1 യോഹന്നാൻ 4:18 നമ്മൾ വായിക്കുന്നുണ്ട്, സ്നേഹത്തിൽ ഭയത്തിന് സ്ഥാനമില്ല. അപ്പൊ അതുകൊണ്ട് ഭയം ഒഴിവാക്കാൻ, ഇത് ഒഴിവാക്കാൻ വേണ്ടി എന്താ അവർ ചെയ്യുന്നത്? 23-ാം സങ്കീർത്തനം എടുത്ത് വായിക്കും. യേശയ്യാപ്രവാചന പുസ്തകം 41-ാം 10-14 ഭാഗങ്ങൾ എടുത്ത് വായിക്കും. അത് ഈ നാഡീശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് യു ബിക്കം വാട്ട് യു ഹിയർ, യു ബിക്കം വാട്ട് യു സീ. നീ എന്ത് കാണുന്ന അതായിത്തീരും, നീ എന്ത് കേൾക്കുന്ന അതായിത്തീരും. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുകയാണ് അരിശം മാറാൻ വേണ്ടിയിട്ട്, പേടി മാറാൻ വേണ്ടിയിട്ട്. ഇനി 3-ാമത്തെ ദുഃഖമാണ്. ഇതുപോലെ തന്നെ വിഷമാണ്, നമ്മിലൊക്കെ കയറാവുന്ന ഒരു വിഷമാണ് ദുഃഖിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ നോർമൽ ഹോർമോൺ സിസ്റ്റം മുഴുവനും ബ്ലോക്ക് ആവും, നമ്മുടെ ദഹനശക്തി കുറയ്ക്കും, അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കും. അതുകൊണ്ട് ദുഃഖം ഉണ്ടാവാൻ പാടില്ല. ഈ ദുഃഖം അതിനു വേണ്ടിയിട്ട് ദൈവം ചെയ്ത നന്മകളെ പറ്റി ധ്യാനിക്കുന്ന സങ്കീർത്തനങ്ങൾ ഈ പെൺകുട്ടി വായിച്ചുകൊണ്ടിരിക്കും. ഇനി 4-ാമതായിട്ട് ആൻസൈറ്റി ആൻഡ് വറി എന്ന് പറയും. ഈ സ്ട്രെസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കർത്താവിന്റെ കാരുണ്യത്തെ പറ്റിയും ദൈവം കൂടെ ഉണ്ടെന്നുള്ള ശക്തമായ വചനങ്ങളിലേക്കാണ്. പിന്നെ അതായത് ഈ തരത്തില് പിന്നെ അസൂയ, ഏതെങ്കിലും വിധത്തിൽ മറ്റൊരാളോട് അസൂയാഭാവം ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടാകാൻ ഇല്ലാത്തത് കൊണ്ട് ഈ 5 വിഷയങ്ങളും മാറാൻ വേണ്ടി അവരുടെ ഏക ആയുധം മരുന്നോ ലേപനൌഷധവുമല്ല, ദൈവത്തിന്റെ വചനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തിപരമായിട്ട് അറിയാൻ സാധിക്കും, ഒരു കുഞ്ഞ് ജനിക്കുന്ന 280 കൊച്ചിനെ ഉദരത്തിലായിരുന്ന ചില ചെറുപ്പക്കാരായ യുവതികൾ, അതായത് ബൈബിളിൽ 2 പ്രാവശ്യവും 3 പ്രാവശ്യവും വായിച്ച് തീർത്തവരുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരിയായ അമ്മയെ കണ്ടു. അവള് കൊച്ചിന്റെ മാമോദീസയുടെ ദിവസം കൊച്ചിന്റെ കയ്യിലോട്ട് കൊച്ചിനെ കൊണ്ട് കൊടുപ്പിച്ചു. അവള് പുതിയ നിയമം മുഴുവനും സ്വന്തം കൈകൊണ്ട് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി അത് ബൈൻഡ് ചെയ്തിട്ട് മാമോദീസയുടെ ദിവസം ഇവള് അവിടെ കൊച്ചിന് കൊടുത്തതാ. ഇങ്ങനെയുള്ള മനുഷ്യർ ഈ നാട്ടിലുണ്ട്, ഇന്നുണ്ട്. അതിരാവിലെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന രാവിലെ 6 മണിക്ക് എഴുന്നള്ളിച്ച് വരുമ്പോഴത്തേക്കും ഗർഭിണിയായ സ്ത്രീ തന്റെ ഭർത്താവിനും കൂട്ടിക്കൊണ്ട് 2-3 ചെറുപ്പക്കാര് നിരന്തരമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുന്നത് കാണുകയാണ്. നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ. എല്ലാ ആഴ്ചയിലും വന്ന് കുമ്പസാരിക്കും, ആഴ്ചയിൽ ഒന്നെങ്കിലും വന്ന് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിപ്പിക്കും. അതാണ് ഈ നാഡീശുദ്ധി വരുത്തുക എന്ന് പറയാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ ഈ അരിശവും അതുപോലെ തന്നെ ദുഃഖവും അസൂയയും ഈ ടെൻഷനൊക്കെ നിറഞ്ഞിരിക്കുന്ന അവസരത്തിൽ കൊച്ചു ജനിച്ചാൽ ആ കൊച്ചിനുണ്ടാകുന്ന ഒരു സ്റ്റാൻഡേർഡ് രോഗത്തിന്റെ പേരുണ്ട്. അത് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് 1-2 വയസ്സായി നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മൾ കൊച്ചിനെ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കി ഞാൻ മുമ്പ് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. അല്ലെങ്കിൽ LKG UKG ആക്കിയപ്പോൾ ടീച്ചർ വിളിച്ചിട്ട് പറയും, ഈ കൊച്ചിന് ഹൈപ്പർ എന്നൊരു അസുഖമുണ്ട്, ADHD എന്ന് പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ സിൻഡ്രോം. നല്ല സ്റ്റാൻഡേർഡ് വാക്കാ കേൾക്കാൻ. ഈ കൊച്ച് വേരുക പാകുന്നുള്ള പായ, അവിടെ ഇരിക്കില്ല ഇവിടെ ഇരിക്കില്ല, പള്ളിയിൽ കയറിയാൽ ചെന്ന് അച്ഛൻ്റെ കുപ്പായം വരെ വലിച്ചു ഊരിക്കൊണ്ട് പോകും. ബഹളം, അമ്മ വിളിച്ചാൽ അമ്മ പുളിച്ചതെറി പള്ളിക്കകത്ത് വെച്ച് വിളിച്ചു പറയും. ഇതാണ് ഈ 10 ഗുണം 10 പാത്ര ഗുണം 12. അമ്മയോടൊന്ന് ചോദിച്ചു നോക്കിക്കേ, ഒരു ജപമാല ചൊല്ലിയിട്ടുണ്ടോ ഈ അമ്മ? അപ്പൊ ഇവരതുകൊണ്ട് ഈ നാഡീശുദ്ധി വരുത്തുക എന്ന് പറയും. നമ്മുടെ ബ്രാഹ്മണ സഹോദരങ്ങളും ഭട്ടരും പോറ്റിമാരും ഒക്കെ ഇന്നും ചെയ്യുന്നത് ശ്ലോകങ്ങളിൽ ഗായത്രി മന്ത്രം ഉരുവിട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഈ യഹൂദർ ഇന്നും ചെയ്യുന്നതാണ്. ദൈവവചനത്താൽ, മരുന്നോ ലേപനൌഷധമോ അല്ല, ദൈവത്തിന്റെ വചനം. അങ്ങനെ നാഡീശുദ്ധി വരുത്തും. ഇനി അടുത്തത് ആത്മശുദ്ധിയാണ്. ഇതുമായിട്ട് വരുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി അവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1-ാമതായിട്ട് ബൈബിൾ റീഡിങ്. ദിവസവും ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് സ്ഥിരമായിട്ട് വചനം വായിച്ചിരിക്കും. 1-ാമതായിട്ട് ഇത് വചനം വായിക്കും. അതുപോലെ തന്നെ ബൈബിൾ ക്ലാസ്സുകളോ ഉള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്യും. 2-ാമതായിട്ട് അവർ ചെയ്യുന്നത് എക്സ്ട്രാ ചാരിറ്റി എന്ന് പറയും. കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് അവിടെ വീട്ടിൽ ഒരു ചാരിറ്റി ബോക്സ് വെച്ചിരിക്കും, ആംസ് ഗിവിംഗ് ബോക്സ്. ദിവസവും ഇവൾ എന്തെങ്കിലും ഒരു തുക കൊണ്ടുപോയി എല്ലാ ദിവസവും അവിടെ കൊണ്ടുപോയി ദാനധർമ്മം, അതായത് ഈ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഈ കൊച്ചിന്റെ പേരിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്നേഹ പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ദാനധർമ്മം ചെയ്യും. 1 ബൈബിൾ റീഡിങ്, 2 ദാനധർമ്മം.
മൂന്നാമതായിട്ട് ഇവരുടെ ഒരു പ്രത്യേകത, ഈ ഒരു കാലഘട്ടത്തിൽ ബീയിങ് കൈൻഡ് ടു അതേഴ്സ്. അതായത് ഈ കുഞ്ഞിന് ഒരു ദാനധർമ്മം അപകടത്തെ ഒഴിവാക്കും, ആപത്തുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരോട് ഏറ്റവും കരുണയോടുകൂടി ഇവൾ പെരുമാറാൻ, ആരോട് മോശമായ വാക്ക് പറയാനോ, ഈ പെൺകുട്ടി ഗർഭിണിയാൻ നടന്നു കഴിഞ്ഞാൽ ആരും ഇവരോട് മോശമായ വാക്കല്ല, ബീയിങ് കൈൻഡ് ടു അതേഴ്സ്. നാലാമതായിട്ട് അവർ ചെയ്യുന്നത് ഒരു മനോറ എന്ന് പറയുന്ന ഒരു 7 തിരികൾ കത്തിച്ചത്, ഒരുപക്ഷെ നമ്മളെ കണ്ടിട്ടുണ്ട്, 7 തിരികൾ ഇങ്ങനെ കത്തിച്ച് വെക്കാൻ സ്റ്റാൻഡ്. അവര് ഈ 7 തിരി കത്തിച്ച് വെച്ചിട്ട് ഒരു പ്രാർത്ഥനയുണ്ട്. ഈ പെൺകുട്ടി ഹൃദയം പറിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. 7 തിരികൾ ഉദ്ദേശിക്കുന്നത്, അതായത് പ്രഭാഷകന്റെ പുസ്തകം 17:5 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾ നൽകി, 6ാമതായിട്ട് മനസ്സും 7ാമതായിട്ട് യുക്തിബോധവും. അതായത് മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ 5: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, തൊക്ക്. പിന്നെ പ്ലസ് 6ാമത്തെ ഇന്ദ്രിയം മനസ്സ്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന 6ാമത്തെ ഇന്ദ്രിയമാണ് മനസ്സ്, 6th സെൻസ്. 7ാമത്തെ യുക്തിബോധം. അതുകൊണ്ട് ഈ പെൺകുട്ടി എന്തായെന്ന് അറിയാവോ, ഭാര്യയും ഭർത്താവിടെ കൂടി തിരി കത്തിച്ച് വെച്ചിട്ട്, പ്രത്യേകിച്ച് അവനില്ലെങ്കിൽ അവൾ തന്നെയെങ്കിലും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരിക്കും. ഒന്ന്, ദൈവമേ എൻ്റെ കണ്ണിന് നല്ലത് മാത്രം കാണാൻ എന്നെ അനുവദിക്കണമേ, നല്ലതേ കാണൂ, നല്ലതേ കാണിക്കൂ. അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ മോശമായിട്ടുള്ളതൊന്നും കാണില്ല. ഇവര് സിമിത്തേരി പോകില്ല, മൃഗങ്ങളുടെ അടുത്ത് പോകത്തില്ല, മരിച്ചു കിടക്കുന്ന ദൃശ്യങ്ങളൊന്നും കാണാനായിട്ട് പോകില്ല. കാരണം കണ്ണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കണ്ണെന്ന് പറഞ്ഞാൽ യു ബിക്കം വാട്ട് യു സീ. 574 മെഗാ പിക്സലുകളാണ് മനുഷ്യന്റെ കണ്ണ്. 10 കോടി ഫോട്ടോ സെൻസറി റിസപ്റ്ററുകളാണ് നമ്മുടെ കണ്ണ്. അതുകൊണ്ട് ഈ കണ്ണിലൂടെ കാണുന്നതൊക്കെ 140 മൈൽ സ്പീഡിൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ മേഖലകളിലും കടന്നു വരുന്നതുകൊണ്ട് മോശമായിട്ടുള്ളതൊന്നും കാണില്ല, കാണിക്കാനായിട്ട് അനുവദിക്കത്തുമില്ല. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നതിലുള്ള ഡ്രസ്സുകൾ പോലും ഇവർ ധരിക്കില്ല. കണ്ണിന്റെ ശുദ്ധീകരണം. ഈ തിരി കത്തിച്ചിട്ട് പറയും, ദൈവമേ എൻ്റെ കൊച്ചിന് നല്ല കാഴ്ച ഉണ്ടാകണമേ, എൻ്റെ കണ്ണിലൂടെ മോശമായിട്ടുള്ളത് ഒന്നും ഈ കുഞ്ഞിലേക്ക് പകരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് കണ്ണിന്റെ ശുദ്ധീകരണം. തിരി 1 കത്തിച്ചു വെച്ചിട്ട് രണ്ടാമത്തെ തിരി കത്തിക്കും. രണ്ടാമത്തെ തിരി കത്തിക്കുന്ന പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ ക്ഷമ ഇസ്രായേൽ, നല്ലത് മാത്രം കേൾക്കാൻ, എൻ്റെ ദൈവമേ മോശമായിട്ടുള്ളതൊന്നും എൻ്റെ കുഞ്ഞ് കേൾക്കരുതേ, ദൈവത്തിന്റെ വചനം മാത്രമേ കേൾക്കൂ. അതുകൊണ്ട് ഇത് സംഭവിക്കും, ഓഡിയോ ബൈബിൾ കേൾക്കാനായിരിക്കും, നല്ല ശ്ലോകങ്ങൾ, നല്ല പാട്ടുകൾ, പ്രത്യേകിച്ച് പരദൂഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന പരിസരത്ത് പോലും ആ പെൺകുട്ടി നിൽക്കില്ല, ചെവിയെ ശുദ്ധീകരിക്കും. രണ്ടാമത്തെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ, ദൈവമേ എൻ്റെ കൊച്ചു മോശമായിട്ടുള്ളതൊന്നും കേൾക്കരുത്. അതിന്റെ പിന്നീട് ശാസ്ത്രീയതയുണ്ട്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ 36ാമത്തെ മണിക്കൂർ കഴിയുമ്പോൾ ആ കൊച്ചിന് കേൾവിശക്തി പ്രവർത്തിക്കാൻ തുടങ്ങും, ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മ ഒരു പാട്ട് പാടുകയെന്ന് വിചാരിക്കുക. നമ്മുടെ ക്രിസ്മസ് സമയത്തൊക്കെ പാടുന്ന പൈതലാം യേശുവേ എന്ന ചിത്രചേച്ചിയുടെ പാട്ട് എല്ലാവരും കേൾക്കുന്നുണ്ട്. ആ പാട്ട് ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന അവസ്ഥ ഈ കൊച്ചിന്റെ അമ്മ പാടുന്നു, അല്ലെ അപ്പം പാടുന്നു, അല്ലെ കൊച്ച് നിരന്തരമായിട്ട് കേൾക്കുന്നു. ഈ കൊച്ച് ഉണ്ടായ ശേഷം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു 36 മണിക്കൂർ കഴിയുമ്പോൾ ഈ പാട്ടൊന്ന് കേൾപ്പിക്കുമ്പോൾ ഈ കൊച്ചിങ്ങനെ കണ്ണ് തുറന്ന് കണ്ണുരുട്ടി നോക്കും. അതായത് ഗർഭസ്ഥ ശിശുവിന് കേൾവിശക്തിയുണ്ട്. 16ാമത്തെ ആഴ്ചയിൽ കേൾവി ശക്തി തുടങ്ങും. ഇപ്പൊ 20ാമത്തെ ആഴ്ചയിട്ട് കേൾക്കുന്നതനുസരിച്ച് കൊച്ചു പ്രതികരിക്കും. നല്ല പാട്ടുകൾ കേട്ട കൊച്ചതിന് പ്രതികരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നല്ലോ, മഹാഭാരത പുരാണത്തിൽ ഒരു ദർശനം കിടപ്പുണ്ട്, ഐതിഹ്യമാണെങ്കിൽ പോലും. സുഭദ്രയുടെ വയറ്റിലുണ്ടായിരുന്ന അഭിമന്യു എന്ന കുട്ടി ഭീഷ്മര് അസ്ത്രവിദ്യ പഠിപ്പിക്കുകയാണ്. അസ്ത്രവിദ്യ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇവൾ അടുത്തിരുന്ന് കേൾക്കുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ അതായത് ചക്രവ്യൂഹത്തിൽ പത്മവ്യൂഹത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ എങ്ങനെ അവിടുന്ന്, അല്ലെങ്കിൽ അതിൽ പെടുന്ന കാര്യത്തെപ്പറ്റിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ അതിന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ സംഭവിച്ചു, ഉറങ്ങിപ്പോവുകയാണ്, കൊച്ചിന്റെ അമ്മ സുഭദ്ര ഉറങ്ങിപ്പോവുകയാണ്. അത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട്. അഭിമന്യു പത്മവ്യൂഹത്തിൽപ്പെട്ട ശേഷം അവിടെ മരിക്കുകയാണ്, പുറത്തിറങ്ങി വരാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു ദർശനം ഇതാണ്, അതിന്റെ ഒരു ചിന്താഗതി ഇതാണ്. ഇത് ശാസ്ത്രീയമായ ഒരു ചിന്ത തന്നെയാണ്, അത് മറ്റൊന്നുമല്ല. അതായത് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് കൊച്ചിന് കൊടുത്ത 20 കൊടുക്കാൻ പറ്റും, 70% തലച്ചോറിൽപ്പെട്ടതാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്മ ആലോചിച്ച് നോക്കിയോ, എത്ര പ്രാവശ്യം ബൈബിൾ വായിച്ചു, എത്ര പ്രാവശ്യം എൻ്റെ കൊച്ചിന് ഞാൻ വിശുദ്ധ കുർബാന കൊടുത്തു, എത്ര പ്രാവശ്യം വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ചു. ഇനി നമ്മൾ കൊച്ചിനോട് പറയുകയാണ്, നിനക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമില്ല, നിനക്ക് കുരിശ് വരയ്ക്കാൻ താല്പര്യമില്ല, നീ ധ്യാനത്തിന് പോകില്ല, പ്രാർത്ഥനയ്ക്ക് പോകില്ല, അച്ഛന്മാരെ കണ്ടാൽ ബഹുമാനിക്കില്ല. ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ഒരു പുരോഹിതന്റെ അടുത്ത് ചെന്ന് ഒരു കൈവപ്പ് പ്രാർത്ഥന സ്വീകരിക്കാനായിട്ട് ഈ അമ്മ തയ്യാറായോ? പ്രിയപ്പെട്ടവരെ, കുറ്റപ്പെടുത്തലൊന്നുമല്ല, കുറ്റപ്പെടുത്തിയൊരു കാര്യവുമില്ല, തിരിച്ചറിവുകളാണ് നമുക്ക് വേണ്ടത്. ഇന്നിവർ ചെയ്യുന്ന കണ്ണിന്റെ അതാണ് നല്ലത് കേൾക്കുക, മോശമായിട്ടുള്ളതൊന്നും കേൾക്കുക, നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല ശ്ലോകങ്ങൾ കേൾക്കുക. അതുപോലെ പറയുന്നുണ്ട്, നല്ല ഇംഗ്ലീഷിന്റെ ആക്സെന്റ് കിട്ടുന്ന ഇനിയിപ്പോൾ ഭാവിയിൽ IELTS പരീക്ഷ എഴുതാനായിട്ട് ഇപ്പോഴേ ഒരുക്കാം. നല്ല കാര്യങ്ങൾ കേട്ടാൽ മതി, നല്ലപോലെ കേട്ട് കഴിഞ്ഞാൽ നല്ല ശ്ലോകങ്ങൾ, നല്ല പാട്ടുകൾ കേൾക്കാനായിട്ട് സാധിക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിശദീകരിക്കും. അതുപോലെയാണ് സയൻസ് നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്ന കാര്യമുണ്ട്. ഒരു മനുഷ്യന്റെ സാധാരണ മനുഷ്യ 68% മനുഷ്യരുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 65 തൊട്ട് ഏകദേശം ഒരു 115 വരെയാണ്. 120 എന്നൊക്കെ പറയുന്ന അതിൽ കൂടിയതാണ്. വിശ്വനാഥാനന്ദന് 160 ആയിരുന്നു, സ്റ്റീഫൻ ഹോക്കിങ്സിന് 160 ആയിരുന്നു.
ഗാസ്പ്രോസ്കിയുടെ 190 എന്നാൽ ഒരു കൊച്ച് ജനിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ ഐക്യ കൂട്ടാൻ പറ്റില്ല. പക്ഷെ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന അവസരത്തിൽ കേൾക്കുന്ന ഏതെങ്കിലും അമ്മ വിചാരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ യഹൂദര് ചെയ്യുന്നത് പോലെ ചെയ്താൽ ആ കൊച്ചിന്റെ ഐക്യ കൂട്ടാനായിട്ട് സാധിക്കും. അവരെന്തായെന്നറിയാവോ? ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊരു യഹൂദ പെൺകുട്ടിയും ഗർഭിണിയായ പെൺകുട്ടിയുടെ കയ്യിൽ മാത്തമാറ്റിക്സിന്റെ പുസ്തകമുണ്ട്, റിഡിൽസുകൾ, കണക്കുകൾ മനഃപൂർവ്വം കുത്തിയിരുന്ന് കണക്ക് ചെയ്യും. ഗുണനപ്പട്ടിക ചെല്ലും, ദിവസവും 10 വരെയുള്ള ഗുണനപ്പട്ടിക ദിവസവും ചെല്ലും. അതുപോലെ തന്നെ പിയാനോ, താല്പര്യമില്ലെങ്കിൽ പോലും പിയാനോയെ പറ്റി പഠിക്കും. പിയാനോ അല്പം മ്യൂസിക്കിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അവർ പിയാനോ, വയലിൻ പഠിക്കും. അതുപോലെ തന്നെ ആർച്ചറി, അത് അമ്പെയ്ത്ത് വീടുകളിൽ എല്ലായിടത്തും വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ കൊച്ചിന് ദിശാബോധം കിട്ടുന്നതിന് വേണ്ടി കറക്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് ആ തരത്തിലേക്കുള്ള ഇടാനായിട്ട് സയൻസ് പഠിപ്പിക്കും. അത് അവരുടെ കയ്യിലുണ്ട്. അതുപോലെ ക്യൂബുണ്ട്. നിരന്തരമായിട്ട് ഈ പെൺകുട്ടി ഇരുന്നുകൊണ്ട് 1/4 മണിക്കൂർ ഇത് ചെയ്യും. വചനം വായിക്കും, കേൾക്കും, നല്ലത് കാണുന്നു, നല്ലത് കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എൻ്റെ കൊച്ചിന് മോശമായിട്ടുള്ളതും കേൾക്കും, ഞാൻ എന്നിലൂടെ ഒന്നും ഈ കൊച്ച് മോശമായിട്ടുള്ളത് കേൾക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. അമ്മ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് പറയുന്ന ഒരു അനുഭൂതി. അപ്പൊ കണ്ണായി, ചെവിയായി, അത് മൂക്ക് എന്ന് പറയുന്ന നല്ല ഗന്ധങ്ങൾ. അതായത് എൻ്റെ കുഞ്ഞിന് ഒരു അശുദ്ധിയുടെയും ഉണ്ടാവരുതേ എന്ന് വിചാരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് മദ്യപിക്കുന്ന ഭർത്താവാണെങ്കിൽ ആ പരിസരത്ത് പോലും എടുക്കാത്ത വിധത്തിലേക്ക് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ഹൈജീനിക്കാവുന്ന ഒരു അവസരമാണ്. 4-ാമതായിട്ട് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്. നല്ലത് പറയുക, നല്ല ഭക്ഷണം മാത്രം കഴിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത് അമ്മയുടെ ഒരു ചോയ്സ് എന്ന് പറയും. നമ്മൾ അമ്മയുടെ ABCD, അമ്മയുടെ A ആറ്റിറ്റ്യൂഡ്, അമ്മയുടെ ബിഹേവിയർ, 3 അമ്മയുടെ ചോയ്സാണ്. ഭക്ഷണത്തിന്റെ ചോയ്സ്, ന്യൂട്രീഷണൽ ചോയ്സ്, വായനയുടെ ചോയ്സ്, കേൾവിയുടെ ചോയ്സ്. ഇത് ഈ കുഞ്ഞിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അമ്മയുടെ ഉദരത്തിൽ ആണ് കുഞ്ഞിന് ശരിയായിട്ടുള്ള പരിശീലനം കിട്ടുന്ന പറയുന്നത് ഇവരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന സത്യമാണ്. അതുകൊണ്ട് നല്ലത് കാണുന്നു. അങ്ങനെ 5 തിരികൾ: കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ഈ 5. 6-ാമതായിട്ട് പ്രാർത്ഥിക്കും. 6-ാമത്തെ തിരി കത്തിച്ചുകൊണ്ട്, ദൈവമേ, എൻ്റെ മനസ്സിൽ യാതൊരു അസ്വസ്ഥതയും ഉണ്ടാകരുത്. എൻ്റെ കുഞ്ഞിലേക്ക് മനസ്സിന്റെ അസ്വസ്ഥത എന്ന ഒരു കാര്യം ദൈവത്തിന്റെ വചനം വായിച്ച് മനസ്സിന് ശുദ്ധി. 7-ാമത് ബുദ്ധിശക്തി. എൻ്റെ കൊച്ചിന് നല്ല ബുദ്ധിശക്തി കിട്ടാൻ വേണ്ടിയിട്ട് 10-20 മിനിറ്റിൽ 1/2 മണിക്കൂറെങ്കിലും ഏറ്റവും ഗൗരവമായുള്ള കാര്യങ്ങൾ ഈ പെൺകുട്ടി പഠിക്കും. മറ്റു കാര്യങ്ങളുണ്ട്. അങ്ങനെ 7 വിധത്തില്, 7 വിധത്തിൽ ഈ കൊച്ചിനെ ശുദ്ധീകരിച്ചാണ് ഈ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അമ്മയുടെ മാതൃഗർഭത്തിൽ വിശ്വാസം രൂപം കൊള്ളും. അതിനു വേണ്ടിയിട്ട് ഒരു അമ്മയുടെ പാത്രഗുണം 12, യൂട്രൈൻ ക്വാളിറ്റി മറ്റേണൽ ഇൻഹെറിറ്റൻസ്. ഓരോ അമ്മയും ഓർക്കുക. ഈ നമ്മുടെ ബാലാമണിയമ്മ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ജനിച്ചു വീണൊരു കൊച്ചിനെ കയ്യിലെടുക്കാൻ നേരത്ത് ബാലാമണിയമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് അമ്മ എന്ന കവിതയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓമനയെ നിന്നിൽ അപൂർണത ചേർത്തിടായി മുലപ്പാലിലെ ദൗർബല്യങ്ങൾ. അമ്മ കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ടത്തെ അമ്മമാരെ നെഞ്ചിൽ കുരിശു വരച്ച കുഞ്ഞുങ്ങൾക്ക് മുല കൊടുത്തൊരു നാടായത്. കൊച്ചിനെ കയ്യിലെടുക്കുന്നതിന് മുമ്പ് കൈ കഴുകിയിട്ട് എടുക്കുന്നത്. കൊച്ചിനെ ചെളി പറ്റുന്നതുകൊണ്ടല്ല, ചെളി പറ്റാത്തത് കൊണ്ടുമല്ല, കൈ കഴുകിയിട്ട് എടുക്കുന്നതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അമ്മ പറയുകയാണ്, പാപകർമ്മത്താൽ പെരുത്ത കയ്യമ്മട്ടിൽ ഈ പാവനപ്പൂടൽ ആശ്ലേഷിക്കും. ദൈവമേ, പാപം ചെയ്ത് ഈ കരങ്ങൾ കൊണ്ട്, അശുദ്ധമായ ഈ കരങ്ങൾ കൊണ്ട് ഈ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഒരു മാലിന്യവും ഈ കുഞ്ഞിലേക്ക് പകരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിനെ എടുക്കുന്ന ഒരു അമ്മമാരുടെ നാട്. ഒരു പിടി അരിയെടുത്ത് അരി കഴുകി ചോറ് വെക്കാനായിട്ട് വെക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പിടി അരിയെടുത്ത് മാറ്റി വെക്കുന്ന അമ്മമാരുടെ ഒരു നാടായത്. അതുകൊണ്ടാണ് പറഞ്ഞത് പാത്രഗുണം 12. ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അപ്പന്റെ റോള് 10% അമ്മയുടെ റോള് 100% വലിയൊരു തിരിച്ചറിവ്. അതുകൊണ്ടാണ് പല അബ്രഹാം ലിങ്കനൊക്കെ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ വാട്ട് ഐ ആം ടുഡേ ഈസ് ഐ ഓവ് ടു മൈ മദർ. അപ്പന് വിലയില്ലെന്നുള്ള അർത്ഥത്തിലല്ല, ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ ദൈവം അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന റോളെന്ന് പറയുന്നത് അത്രമാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മുടെ കുടുംബത്തിൽ സ്മാർട്ട് കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ശാസ്ത്രലോകത്തിനും സമൂഹത്തിന് നന്മയുണ്ടാകുവാൻ, സമുദായത്തിന് നന്മയുണ്ടാകുവാൻ, മറ്റാർക്കും ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ട്രെയിൻ ചെയ്യേണ്ട സമയം കണ്ടിരിക്കുന്നു. ഇത് കേൾക്കുന്ന ഏതെങ്കിലും യുവാവ് യുവതിയും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ബൈ ചാൻസ് ആയിട്ട് ഒരു കൊച്ചും ജനിക്കില്ല. ബൈ ചോയ്സ് കൃപയിലും പ്രാർത്ഥനയിലും നിറഞ്ഞൊരു കുഞ്ഞ് ജനിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. അത് നാളത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എടുക്കുകയാണ്. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയല്ലല്ലോ ജനിച്ചു പോയി, ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് നമുക്ക് അതിനൊരു കുടുംബ സംസ്കാരം നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് മാത്രമല്ല ജീനിനെ മാറ്റിയെടുക്കാൻ പറ്റുന്നത്, ജനിച്ച ശേഷവും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീൻ മാറ്റിയെടുക്കാനായിട്ട് വചനത്താലും പരിശുദ്ധാത്മാവിനാലും സാധിക്കും.